പ്രധാനമായിട്ട് ഈ പുസ്തകത്തിന്റെ അകത്തൊരു വിഷയം മറ്റു പുസ്തകങ്ങളിൽ നിന്നും ഒരുപക്ഷെ അല്പം വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളടക്കം, ഇതിന്റെ സ്ട്രക്ചർ, ഘടന, അതുപോലെ തന്നെ ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള ദർശനങ്ങൾ, ഇതിന്റെ അകത്തെല്ലാം വളരെ പ്രശ്നസങ്കീർണമായ ഒരു പുസ്തകമായിട്ട് എസെക്കിയേലിന്റെ ഈ പുസ്തകത്തെ പണ്ഡിതരെ വിശേഷിപ്പിക്കാറുണ്ട്. അതായത് അതുപോലെ തന്നെ ഇതിന്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ BC 7-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ പ്രവചനങ്ങളെ മുഴുവനും എസെക്കിയേലിന്റെ പേരിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് എന്നും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, യെസ്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാമല്ലോ. ഓക്കെ, ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളത്. ഈ ക്ലാസ്സിലെ ആദ്യത്തെ ഒരു കുറച്ച് സ്ലൈഡ്സ് ഞാൻ അതായത് ഇതിന്റെ ചരിത്ര പശ്ചാത്തലവുമായിട്ട് ഫോക്കസ് ചെയ്യുകയാണ്. നമ്മളുടെ ഈ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതിന്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ബാബിലോണിയൻ പ്രവാസവുമായിട്ട് ഇത് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ ബാബിലോൺ പ്രവാസം എന്ന് പറയുമ്പോൾ അത് ബാബിലോണിയക്കാര് യൂത ജനങ്ങളെ അടിമകളാക്കിയ കാലഘട്ടമാണ്, പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ഇതിന്റെ അകത്ത് മനസ്സിലാക്കണം. അതായത് ഈ എസെക്കിയേലിന്റെ ഈ പുസ്തകത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ നേരത്ത് നമ്മൾ യൂദായുടെ പ്രവാസ കാലഘട്ടങ്ങളെ കുറിച്ച് അതിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബാബിലോണിന്റെ മതപരമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇവിടെ യൂദായുടെ പ്രവാസ ചരിത്രം, അതായത് ഇതൊന്ന് പ്രധാനമായിട്ടും എത്ര പ്രവാസങ്ങൾ അല്ലെങ്കിൽ എത്ര അടിമത്തങ്ങൾ എന്നൊക്കെ നമുക്ക് ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിലേക്ക് എത്ര അടിമത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഏകദേശം ഒരു 6 അടിമത്തങ്ങൾ കാണാനായിട്ട് പറ്റും. ആദ്യം ഇസ്രായേൽക്കാര് ഈജിപ്തിന്റെ അടിമത്തത്തിലാവുകയാണ് ചെയ്യുന്നത്. അബ്രാഹത്തെ ദൈവം തെരഞ്ഞെടുക്കുന്നു, അബ്രാഹം കാനാനിലേക്ക് പോകുന്നു, അവിടെ നിന്ന് വീണ്ടും ക്ഷാമം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈജിപ്തിലേക്ക് പോകുന്നു, വീണ്ടും കാനാനിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു കഥ നമുക്കറിയാം. അതിനുശേഷം ഇസഹാക്കിന് ശേഷം യാക്കോബിന്റെ മക്കളില് ജോസഫിനെ ഓൾറെഡി ഈജിപ്തിലേക്ക് വിൽക്കുന്നു. അതിനുശേഷം ഇവിടെ കടുത്ത ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽക്കാർ മുഴുവനും ഈജിപ്തിലേക്ക് പോകുന്നു. അവിടെ അവര് അടിമകളാകുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? 1ാമത്തെ അടിമത്തം, ഇസ്രായേൽ ജനത ഈജിപ്തിന്റെ അടിമത്തത്തിലാകുന്നു. അതിനുശേഷം അവര് അസീറിയക്കാരുടെ അടിമത്തത്തിലാകുന്നു. വീണ്ടും ബാബിലോണിന് ശേഷം പേർഷ്യക്ക് ശേഷം ഗ്രീക്ക്, പിന്നീട് റോമൻ. ഇങ്ങനെ ഒരു 5-6 പ്രവാസ ചരിത്രം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഇത് നമ്മളിനി അല്പം കൂടെ വിശദമായിട്ട് ഞാൻ നിങ്ങളെ മാപ്പൊക്കെ കാണിച്ചുകൊണ്ട് പഠിപ്പിച്ചു തരാം. അതിനുശേഷം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയും ചെയ്യും. ഇവിടെ ആദ്യം ഇസ്രായേലിന്റെ ജീവിതത്തില് അല്ലെങ്കിൽ ചരിത്രത്തില് ആദ്യത്തെ ലോകശക്തി എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരായിരുന്നു. ഇനി വീണ്ടും 8-ാം നൂറ്റാണ്ടിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്ക് ഇസ്രായേൽ ജനതയെ കൊണ്ടുവരുന്നു. അവിടെ ഇങ്ങനെ സമൃദ്ധിയിൽ 8-ാം നൂറ്റാണ്ടെന്നൊക്കെ പറയുന്നത് സമൃദ്ധിയുടെ ഉത്തുംഗത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അവിടെയാണ് ആമോസ്, ഹോസിയ പ്രവാചകന്മാരൊക്കെ വന്ന് ആദ്യത്തെ പ്രവചനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പുസ്തകത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. 8-7 കാലഘട്ടത്തിലെ പ്രവചനങ്ങൾ മുഴുവനും എസെക്കിയേലിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ 8-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടം അസീറിയ ഒരു വൻ ശക്തിയായിട്ട് നിൽക്കുകയാണ്. വീണ്ടും 7-ാം നൂറ്റാണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ബാബിലോണിയക്കാർ അസീറിയക്കാരെ കീഴടക്കുന്നു. അങ്ങനെ ബാബിലോണിയൻ ഒരു വലിയ ശക്തിയായിട്ട് നിൽക്കുകയാണ്. ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ ഈ മാപ്പിന്റെ അകത്ത് ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അത്യാവശ്യം ഇന്നത്തെ ക്ലാസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇത് കണ്ടോ, കാണല്ലോ അല്ലേ? ഇവിടെ കഴ്സർ കാണുന്നുണ്ടല്ലോ. യെസ്, ഈ കാണുന്നതാണ് ഈജിപ്റ്റ്. ഇവിടെയാണ് ഈജിപ്റ്റ് എന്ന് പറയുന്ന ഇനി ഇത് കണ്ടോ, ഇവിടെയാണ് കാനാൻ ദേശം, ഇവിടെയാണ്
ഈജിപ്ത് നമുക്കറിയാം. ഇവിടുന്ന് ഇങ്ങനെ ഇവർ പോരുന്നു, പിന്നെ മൗണ്ട് സൈനായി വരുന്നു, അത് കഴിഞ്ഞ് ഖാദഷ് ബർണ, ഇവിടുന്ന് ഇങ്ങനെ വന്ന് വീണ്ടും താഴോട്ട് വന്ന് ഇങ്ങനെ ഇസ്രായേൽക്കാര് കാനാനില് സെറ്റിൽഡ് ആവുകയാണ്. ഇതാണ് കാനാൻ ദേശം. ഇവിടെ നിന്നും വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രാജ്യമാണ് മെസൊപ്പൊട്ടോമിയ. ഈ മെസൊപ്പൊട്ടോമിയ എന്ന് പറയുമ്പോൾ ഇത് പ്രധാനമായിട്ടും 2 നദികളുടെ, ഇനി ഇത് റിപ്പീറ്റ് ചെയ്യും, അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് കണ്ടോ, മെസ്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യത്തില് അല്ലെങ്കിൽ നടുക്ക് എന്നൊക്കെയുള്ളതാണ് അർത്ഥം. പൊത്താമോസ് എന്ന് പറയുന്ന, അതായത് മെസ്സോ പൊത്താമോസ് എന്ന് പറയുന്ന 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്ന ഒരു നാമമാണ് മെസൊപ്പൊട്ടോമിയ എന്ന ഈ പേര്. അതായത് ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: 2 നദികളുടെ മധ്യത്തില്, അതായത് 2 നദികള്, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ഇനിയും നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഏറ്റവും ഫലഭൂയിഷ്ടമായ നദിയോട് ചേർന്ന് നിൽക്കുന്ന, നദീതട സംസ്കാരം എന്നൊക്കെ നമുക്കറിയാമല്ലോ, ഈ നദികളോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഏറ്റവും സമൃദ്ധിയുള്ളതും കൂടുതൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള സ്ഥലങ്ങള്. ഇവിടെ ഈ മെസൊപ്പൊട്ടോമിയ എന്ന് പറയുന്ന ഈ രാജ്യം, അതായത് 2 നദികളുടെ മധ്യത്തില് ആണ് സ്ഥിതി ചെയ്യുന്നത്, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ഈ മെസൊപ്പൊട്ടോമിയയുടെ നോർത്തേൺ സൈഡാണ് അസീറിയ. ഇത് കണ്ടോ, ഇതാണ് അസീറിയ എന്ന് പറയുന്ന രാജ്യം. ഇവിടെ ഇതിന്റെ സദേൺ സൈഡാണ്, തെക്ക് ഭാഗമാണ്, വടക്ക് ഭാഗം അസീറിയ, തെക്ക് ഭാഗം ബാബിലോൺ. കാണുന്നുണ്ടല്ലോ അല്ലേ ഇത്. ഇനി വീണ്ടും ഞാൻ പറഞ്ഞു, നമുക്ക് വീണ്ടും ഉണ്ട് പേർഷ്യ. അതായത് ഇസ്രായേൽക്കാര് ആദ്യം ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്നു. ഇവിടെ നിന്നും അവര് വീണ്ടും, നമുക്കറിയാം, 40 വർഷത്തെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം, മരുഭൂമി യാത്രയ്ക്ക് ശേഷം ഇവര് ഈ കാനാൻ ദേശത്ത് എത്തിച്ചേർന്നു. കാനാൻ ദേശത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഇവരിവിടെ എത്തിച്ചേർന്ന് കഴിയപ്പോൾ നമ്മൾ പഠിച്ചത് ഇതാണ്: ഈജിപ്ത് ആയിരുന്നു ഏറ്റവും അന്നേരത്തെ ഒരു വൻകിട രാജ്യം. അപ്പൊ നമുക്കുള്ള എന്ത് വിഷയം വന്നു കഴിഞ്ഞാല് നമ്മളിപ്പോ അമേരിക്കയെ നോക്കുന്ന പോലെ ആദ്യം ഇവരെന്നാ ചെയ്തു, ഈജിപ്തിനെയായിരുന്നു എപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരുന്നത്. പിന്നെ എന്ത് ചെയ്തു, ഇവരിവിടെ വന്ന് 8-ാം നൂറ്റാണ്ടൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവര് നല്ല സമൃദ്ധിയുടെ ഒരു സമയമാണ്. ആ സമയത്താണ് അസീറിയ ഇവരെ കീഴടക്കുന്നത്. വീണ്ടും ബാബിലോൺ, ഈ രാജ്യം ഇവിടെ ബാബിലോൺ ഇവരെ കീഴടക്കുന്നു. ബാബിലോണിന് ശേഷം പെർഷ്യ, പിന്നീട് ഗ്രീക്ക് റോമൻ 2 അടിമത്തങ്ങളും കൂടിയുണ്ട്. ഇനി ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞു, ആദ്യം അസീറിയ, പിന്നെ ബാബിലോൺ എന്ന് പറഞ്ഞു. പക്ഷെ ഈ അസീറിയ കീഴടക്കുന്നത് കാനാനിനെ മുഴുവൻ കീഴടക്കുന്നില്ല, മറിച്ച് രാജ്യം 2ആയിട്ട് വിഭജിക്കുന്നുണ്ട്. അതായത് ആദ്യത്തെ രാജാവ് സാവൂളിന് ശേഷം ദാവീദിന് ശേഷം സോളമന് ശേഷം രാജ്യം 2ആയി വിഭജിക്കുന്നു, ഇസ്രായേൽ എന്നും യൂദ എന്നും. ചരിത്രം ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചു കാണും, എന്താ കാരണം എന്നൊക്കെയുള്ളത്. നമ്മളിപ്പം അങ്ങോട്ട് നീങ്ങുന്നില്ല. ഇനി ഇവിടെ ഇങ്ങനെ, അതായത് സോളമന് ശേഷം സദേൺ കിങ്ഡം, അല്ലെങ്കിൽ തെക്ക് ഭാഗം യൂദ എന്നും വടക്ക് ഭാഗം ഇസ്രായേൽ എന്നും 2ആയിട്ട് തിരിയുകയാണ്. ഇവിടെ കാണല്ലോ അല്ലെ, ഈ യൂദായുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ജെറൂസലേം, ഇസ്രായേലിൻ്റെതാണ് സമരിയ. മനസ്സിലായല്ലോ അല്ലെ. ഇത് ഇനി ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലൈഡുകൾ അയച്ചു തരാം. ഇത് ഇനി വീണ്ടും ഒന്ന് നോക്കണേ. ഈ രാജ്യം ഇങ്ങനെ 2ആയിട്ട് വിഭജിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട ഈ അസീറിയ എന്നാ ചെയ്തു, അസീറിയക്കാര് വന്നിട്ട് ഈ ഇസ്രായേലിനെ കീഴടക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഇതിന്റെ കുറെ പേരുകളൊക്കെ വർഷങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയും ജസ്റ്റ് ഇവിടെ മാത്രം ഞാൻ പറയാം, പിന്നെ ഞാൻ ഇത് ഓടിച്ച് പറയത്തേ ഉള്ളൂ. തിഗ്ലത്ത്, അതായത് അസീറിയൻ രാജാവ് എന്നാ ചെയ്തു, ഈ തിഗ്ലത്ത് പിലേസർ എന്ന് പറയുന്ന രാജാവ് നോർത്തേൺ കിങ്ഡം, അതായത് ഇദ്ദേഹത്തിന്റെ രാജ്യം വിസ്തൃതമാക്കുന്നത് പ്രമാണിച്ചുകൊണ്ട് ഇദ്ദേഹം എന്നാ ചെയ്തു, നഫ്താലി, ദെൻ റൂബൻ, മനാസെ, ഗാദ്, ഈ 4 രാജ്യങ്ങളെ ആദ്യം എന്നാ ചെയ്തു, തിഗ്ലത്ത് പിലേസർ
അസീറിയയുടെ കീഴിലേക്ക് ആക്കി. ഈ 4 രാജ്യങ്ങൾ, മനാസെ, ഗാദ്, റൂബൻ, നഫ്താലി, ഈ രാജ്യങ്ങള്. വീണ്ടും 732 തിഗ്ലത് പിലേസർ ഹോസിയായി ഇസ്രായേലിന്റെ രാജാവായിട്ട്, കാരണം ഇപ്പം ഇദ്ദേഹമാണ് ഇവിടെ വൻ ശക്തിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്നാ ചെയ്തു? ഈ നോർത്തേൺ കിങ്ഡത്തിന്റെ രാജാവായിട്ട് ആര് ചെയ്തു? ഹോസിയായെ നിയമിക്കുന്നു. ഹോസിയ എന്നാ ചെയ്തു? 724 നമ്മൾ മുൻപേ കണ്ടല്ലോ, ഈജിപ്താണ് ഇനി ആശ്രയിക്കാൻ പറ്റുന്ന വലിയൊരു ശക്തി. ഇടയ്ക്കൊക്കെ അവർക്ക് പൂർവികർക്ക് അവിടെ പോയി പരിചയമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹോസിയ എന്നാ ചെയ്തു? ഈജിപ്തുമായിട്ട് കൂട്ടുകൂടി. അങ്ങനെ അസീറിയയെ കീഴടക്കാനായിട്ട് പോയി. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് പരാജയപ്പെടുകയും സാർഗോൻ രണ്ടാമന് ഈ ഇസ്രായേലിന് നോർത്തേൺ കിങ്ഡം, ഇങ്ങനെ ഇതിന് മുകളിലോട്ട് മുഴുവനുമാണ്, നോർത്തേൺ കിങ്ഡം മുഴുവനും അവിടെ വെച്ച് കീഴടക്കുകയും ചെയ്യുന്നു. അതിന്റെ റെഫറൻസസ് നമുക്ക് 2 രാജാക്കന്മാര് 17:6 17:24 നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ അതായത് ഈ 2 രാജാക്കന്മാര് 17:24 ഇപ്പൊ വേണ്ടത് എടുക്കാൻ പോകണ്ട, നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അസീറിയ രാജാവ് ബാബിലോൺ, കുത്ത, ഔവ, ഹമാത്ത്, സെഫാർവയും എന്നിവിടങ്ങളിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന്, ജനങ്ങളെ കൊണ്ടുവന്ന് ഇസ്രായേലിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. ശ്രദ്ധിക്കണേ, ഈ അസീറിയ രാജാവ് ആദ്യ 4 രാജ്യങ്ങള് അവര് വിസ്തൃതമാക്കുന്നതിനോട് കൂടെ ആദ്യം ഈ 4 രാജ്യങ്ങളല്ല, ഗോത്രങ്ങള് കീഴടക്കുന്നു. പിന്നെ നമ്മൾ കണ്ടു അസീറിയ ഈജിപ്തിനെയും കൂട്ടി അങ്ങോട്ട് ചെല്ലുന്ന ആ സമയത്ത് അസീറിയക്കാരെന്നെ ചെയ്തു? നോർത്തേൺ കിങ്ഡം ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും കീഴടക്കുകയും ഈ 5 രാജ്യം, ഈ നോർത്തേൺ കിങ്ഡത്തിൽ ഉണ്ടായിരുന്ന സകലമാന മനുഷ്യരെയും, അതായത് ഒരുമാതിരിപ്പെട്ട ആരോഗ്യമുള്ളതും സകലമാന മനുഷ്യരെയും അസീറിയയിലേക്ക് കൊണ്ടുപോവുകയും, അസീറിയ എന്നൊരു ഒരു വൻകിട ശക്തി, ഇതുകൊണ്ടോ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ് അസീറിയ. ഇങ്ങനെ ഈ അസീറിയക്കാരനെ ചെയ്തു? ഈ രാജ്യങ്ങളിൽ നിന്നല്ല, ഇതിന്റെ മുഴുവനും മേൽക്കോയ്മ ഇപ്പോൾ അസീറിയക്കാണ്. ഇവിടെ നിന്നെല്ലാം ആൾക്കാരെ കൊണ്ടുവന്ന് ഇസ്രായേലിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ നിങ്ങൾക്കൊരു വലിയൊരു ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. അതായത് സമറിയാക്കാരത്തിയുടെ ഭർത്താക്കന്മാരുടെ പേരെന്താണെന്ന് ഈശോ പറയുന്നുണ്ട്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ 6-മത്തൻ അവനും നിന്റെ ഭർത്താവല്ല എന്ന്. കണ്ടു, എത്രയോ വലിയ തിയോളജിയാണ് ഇവിടെ. ഈ രാജ്യങ്ങളിൽ, അതായത് നോർത്തേൺ കിങ്ഡത്തിന്റെ തലസ്ഥാനം സമരിയായാണെന്ന് പറഞ്ഞു. ഈ സമരിയായില് ആണ് ഇവിടെ നിന്നുള്ള ആൾക്കാരെ മുഴുവൻ, ഈ 5 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ഇപ്പോൾ അസീറിയയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അവനെ വിശ്വസിക്കുമൊന്നും വേണ്ട, ഇനി വരാനിരിക്കുന്ന മിശിഹായെ ഇവിടെ പഠിപ്പിക്കുകയാണ്. അവസാനം നമ്മളിത് കാണുന്നുണ്ട്. അങ്ങനെ നോർത്തേൺ കിങ്ഡം പൂർണ്ണമായും ഇല്ലാതെയാകുന്നു. അവശേഷിക്കുന്നത് സദേൺ കിങ്ഡം, ജൂഡായാണ്. ഈ ജൂഡായാണ് ആര്? ബാബിലോണിയക്കാര് വന്ന് കീഴടക്കുന്നു. വീണ്ടും ബാബിലോണിയക്കാരെ പേർഷ്യക്കാര് വന്ന് കീഴടക്കി. അന്നത്തെ രാജാവായിരുന്ന സൈറസ് എന്ത് ചെയ്തു? ഈ യൂദയായിലെ, അതായത് ഇസ്രായേൽക്കാർ, പിന്നെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട് നമുക്കറിയാം യാക്കോബിന്റെ മക്കളാണല്ലോ, യാക്കോബാണല്ലോ ഇസ്രായേൽ എന്ന്. പിന്നീട് യാക്കോബിന്റെ മക്കളാണ് ഇസ്രായേലിയർ എന്ന് അറിയപ്പെടുന്നത്. ഈ ഇസ്രായേൽക്കാർ യൂദായിൽ ഉണ്ടായിരുന്നവരെ പേർഷ്യൻ രാജാവായിരുന്ന സൈറസ് വീണ്ടും മടക്കി അയക്കുകയാണ്. എന്തിന്? തകർന്ന ദേവാലയം പണിയുന്നതിനായിട്ട്. ഓക്കെ, ഇവിടെ അസുർബാനിപ്പാൽ, അസീറിയയിലെ അവസാനത്തെ രാജാവ്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ജോസിയ രാജാവാക്കുന്നു. വീണ്ടും ഈജിപ്ത് നെബൂഖദ്നേസറിന്റെ സമയത്താണ് ഈ ബാബിലോണ് കീഴടക്കുന്നത്. ഇനി യൂദയായിലെ അവസാന രാജാക്കന്മാര്, ഇതൊക്കെ പുസ്തകത്തിലുണ്ട്. ഇത് കുറെ സമ്മറൈസ് ചെയ്ത് ഞാൻ കുറെയൊക്കെ എഴുതി ഇങ്ങോട്ട് കയറ്റിയിരിക്കുന്നതാണ്. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, നിങ്ങൾക്ക് ഇത് തരാം. ഇനി യഹൂദരുടെ ബാബിലോണിയൻ നാടുകടത്തലിന് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം എന്നാ ചെയ്തത്? രാജാവിനെയും രാജകുടുംബത്തിനെയും ഉദ്യോഗസ്ഥരെയും ഏകദേശം 10,000, കൃത്യമല്ല. അതായത് ഇതിന്റെ അകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവിനെ കൊണ്ടുപോയി ഏറ്റവും പ്രബലരായിട്ട്, രാജാവിനോടും രാജകൊട്ടാരത്തോടും ചേർന്ന് നിന്ന ഏറ്റവും പ്രബലരായവരെ മുഴുവനും ആദ്യമേ തന്നെ ആര്? ബാബിലോണിയക്കാര് കടത്തിക്കൊണ്ടുപോയി. വീണ്ടും
587 ഇത് മരിച്ചാലും മറക്കരുതെന്ന് പറയുന്ന ഒരു വർഷമാണ് 587. അന്ന് എന്നാ ചെയ്തത്? ഇവര് വീണ്ടും വരികയാണ്. ജെറുസലേം ദേവാലയം, ജെറുസലേം പിടിച്ചടക്കുന്നു, ദേവാലയം കത്തിക്കുന്നു, നഗരത്തിന്റെ മതിലുകൾ തകർക്കുന്നു, വിലപിടിപ്പുള്ള വസ്തുക്കൾ മുഴുവനും കൊണ്ടുപോകുന്നു. അങ്ങനെ യൂദയായെ പൂർണ്ണമായിട്ടും കീഴടക്കുന്നതായിട്ട് കാണാം. രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ 582 ആയപ്പോൾ 87 ദേവാലയം നശിപ്പിക്കുന്നു. 82 വന്നു കഴിഞ്ഞപ്പോഴേക്കും യൂദയായിൽ അവശേഷിച്ചിരുന്നവരെ കൂടി ബാബിലോണിയക്കാരെ കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി 587 ഇനി യഹൂദരുടെ പ്രവാസ ജീവിതം. ഇവരെ ബാബിലോണിയയിലേക്ക് ഇവരെ കൊണ്ടുപോയി എങ്കിലും ഇവരവിടെ അടിമകളാണ്, നമുക്കറിയാം. പക്ഷേ ഇവര് പരിപൂർണമായിട്ട് ഇപ്പോൾ നമ്മളുടെ ചിന്തയിലേക്ക് ഉള്ളതുപോലെ ഒരു കഠിന അടിമത്തമല്ല. ഇപ്പൊ ഫറവോയുടെ കീഴിലുണ്ടായിരുന്നതും അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിത രീതികൾ ഉണ്ടായിരുന്നു, അടിമകളായിരുന്നെങ്കിൽ തന്നെയും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അവർക്ക് വീടുകൾ ഉണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു, വിവാഹമുണ്ടായിരുന്നു, തൊഴിലുകൾ ചെയ്തു. അതുപോലെ തന്നെ അവർക്കൊരു സമൂഹ ജീവിതവും അവർക്ക് ഉണ്ടായിരുന്നു. ഇനി ബാബിലോണിയൻ പ്രവാസത്തിന്റെ അന്ത്യം മുൻപേ പറഞ്ഞ് പേർഷ്യൻ രാജാവായിരുന്ന സൈറസ് ദേവാലയം പണിയാനായിട്ട് ഇവരെ തിരിച്ചയക്കുന്നതാണ്. ഇതാണ് മുൻപേ പറഞ്ഞ മെസ്സപ്പൊട്ടോമിയ. ഇവിടെ നമ്മൾ ബാബിലോൺ കാണാം. ഇത് ഇനി ഇനി ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയേറെ, അതായത് അനേകം സംസ്കാരങ്ങളുടെ എല്ലാം പിള്ളത്തൊട്ടിൽ ഏകദേശം 7000 വർഷത്തിന്റെ പഴക്കമുണ്ടെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഇതിലെ പ്രധാന രാഷ്ട്രീയ ഘട്ടങ്ങള് അക്കേദിയൻ, ഊറിലെ 3ാം രാജവംശം, അമോര്യരുടെ കാലഘട്ടം, കാസിയരുടെ കാലഘട്ടം, അസീറിയൻ ആധിപത്യം, കൽദായ കാലഘട്ടം, പേർഷ്യൻ യവന കാലഘട്ടം. ഇത് നമ്മൾ കണ്ട ബാബിലോണിയൻ കാലഘട്ടമാണ് കൽദായ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മതപശ്ചാത്തലം, അതായത് ഇവിടെ ഇവർക്ക് ബഹുദൈവ വിശ്വാസമായിരുന്നു. അതായത് പ്രകൃതി ശക്തികൾക്ക് അവരധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ഭൂമി, പ്രകൃതി, ആകാശം, ഫലപുഷ്ടി എന്നിവയ്ക്കെല്ലാം അവയെല്ലാം ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു ബാബിലോണിയക്കാർക്കുണ്ടായിരുന്നത്. ദേവന്മാരുടെ എൻലിൻ, എൻകി, അതായത് ദേവന്മാരുടെ രാജാവ്, എൻലിൻ വായുവിന്റെ ദേവന്. അതുപോലെ തന്നെ അല്ലെങ്കിൽ എൻകി എന്ന് പറയുന്നത് ജ്ഞാനം, ജല, ഫലപുഷ്ടി എന്നിവയെ ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രകൃതിയുമായിട്ടുള്ള പ്രകൃതിയെ മുഴുവനും ദേവനായി ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വിഗ്രഹാരാധനയുടെ ഒരു കേന്ദ്രമായിരുന്നു ബാബിലോണ്. അത് നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. 137 സങ്കീർത്തനത്തില് ഇങ്ങനെ പാടുന്നുണ്ട്: ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾക്കറിഞ്ഞു, അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ട് സിയോനെ കുറിച്ചൊരു ഗീതം ആലപിക്കാൻ പറയുന്നു. എന്നിട്ട് പറയുക, സിയോനെ ഞങ്ങൾ മറക്കുന്നെങ്കിൽ ഞങ്ങളുടെ വലതുകൈ ഞങ്ങളെ മറക്കട്ടെ, നിന്നെ കുറിച്ച് ഞാൻ പറയുന്നില്ലെങ്കിൽ എന്റെ നാക്ക് എന്റെ അണ്ണാക്കിനോട് ഒട്ടിപ്പോകട്ടെ. അത്രമാത്രം തീക്ഷ്ണതയായിരുന്നു ഈ ഇസ്രായേൽക്കാർക്ക് ജെറുസലേമിനെ കുറിച്ച്. ഇവര് എവിടെയാകുന്നു? ഈ ബാബിലോണിയന്റെ അടിമത്തത്തിലാകുന്നു. ഇത് ഈ ബൈബിൾ രചനയില് വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. നമുക്കറിയാം, ആദ്യം ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും എഴുതിയതൊന്നുമല്ല, വാമൊഴിയായിട്ടായിരുന്നു വന്നത്. പിന്നീടാണ് വരമൊഴിയാകുന്നത്. പ്രത്യേകിച്ച് ഉൽപ്പത്തിയിലെ ആദ്യത്തെ 11 അധ്യായങ്ങൾക്കൊക്കെ ഈ പുസ്തകവുമായി, ഈ ബാബിലോണിയൻ പശ്ചാത്തലവുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. അതുപോലെ ഇത് ഇങ്ങനെ കുറെ പ്രകൃതി ദേവന്മാരുടെ പേരുകളാണ്, ദേവന്മാരുടെ ദേവതകളുടേത്. ഇനി എസെക്കിയേൽ എന്ന പ്രവാചകനെയാണ് നമ്മൾ ഇനി കാണുന്നത്. ഇവിടെ പ്രധാനമായിട്ടും എസെക്കിയേലിനെ കുറിച്ച് ഒരു വലിയൊരു ബയോഗ്രഫി ഒന്നും നമുക്ക് കിട്ടാനായിട്ടില്ല. എങ്കിലും ബുസിയുടെ പുത്രൻ, അതുപോലെ തന്നെ ആദ്യത്തെ 1-3, അതായത് ആ 1ാമത്തെ അധ്യായത്തിലാണ് നമുക്ക് ഈ പ്രവാചകനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവിടെ 1-3 അകത്ത് നമ്മൾ കാണുന്നുണ്ട്, ഒരു പുരോഹിതനാണ്, അതുപോലെ തന്നെ കവിയാണ്, ഒരു നല്ലൊരു ദൈവശാസ്ത്രജ്ഞനാണെന്നുള്ളത് നമുക്ക് അതിന്റെ അകത്തുനിന്ന് വായിക്കുമ്പോൾ മനസ്സിലാകും. നല്ല ശക്തമായ ദർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഇനി ഈ എസെക്കിയേലിന്റെ ദർശനങ്ങൾ കിട്ടും മറ്റു പ്രവാചകന്മാരിൽ നിന്നെല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ട് ഈ കുറെ മനോവ്യാപാരങ്ങളിലൂടെയാണ് എസെക്കിയേലിന് ദർശനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പറ്റിയ ഇദ്ദേഹത്തെ ഒരു മാനസിക രോഗിയോടാണ്
പലരും എന്താണ് മാനസിക രോഗി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിന്റെ പല പ്രത്യേകതകൾ ഒരു നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ വട്ടുപിടിച്ച് മനുഷ്യര് നടക്കുന്നത് പോലെയാണ് ഇദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ചെരിഞ്ഞു കിടക്കുന്നു, പിന്നെ മിണ്ടാതെ നടക്കുന്നു, പിന്നെ വലിയ അട്ടഹാസം, അമിത വർത്തമാനം, ഇങ്ങനെ ഒരു സമചിത്തതയുള്ള ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നത് പോലെയല്ല എസെക്കിയേലിന്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു മനോരോഗിയോട് തുല്യമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെതെന്നുള്ളത് പലരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ എക്സ്റ്റസിയിൽ ആകുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സ്, ഇദ്ദേഹം നീങ്ങിയത് മുഴുവനും എങ്ങനെയായിരുന്നു? ദൈവാത്മാവിന്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് നീങ്ങിയ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞതുപോലെ തന്നെ അക്ഷരം പ്രതി അനുസരിച്ച്, അതുപോലെ തന്നെ മറ്റും ഒരു പ്രവാചകനിലും കാണാൻ പറ്റാത്തത്ര വിധത്തില് പ്രതീകങ്ങളിലൂടെ പ്രവചിച്ച ഒരു ആളായിരുന്നു എസെക്കിയേല്. ദൈവത്തിന്റെ വാക്ക്, സന്ദേശം, അതായത് വെറുതെ ഇങ്ങനെ പറയുക എന്നതിലുപരി, അല്ലെങ്കിൽ പ്രവചിക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിലുപരി വളരെയേറെ പ്രതീകങ്ങളിലൂടെയും അഭിനയത്തിലൂടെയും ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചത് കൊണ്ട് എന്നാ ചെയ്തേ, എല്ലാവരുടെ ഒരു നോട്ടപ്പുള്ളിയായി ഇദ്ദേഹം തീർന്നു. ഇദ്ദേഹം പറഞ്ഞത് മുഴുവനും ജനങ്ങളുടെ ഹൃദയത്തിൽ വളരെ ആഴമായി ഇത് കൊള്ളുകയും ചെയ്തു. അതുപോലെ തന്നെ ഇനി എന്നാ വരാൻ പോകുന്നത്, ഈ ഓരോ പ്രവചനങ്ങളും കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇത് സംഭവിച്ചു, ഇനി എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കും, ഇനി അടുത്തതെന്നതാണ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ കണ്ട് 8-7 നൂറ്റാണ്ടുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ പുസ്തകത്തിന്റെ പിന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ ഏതൊരു കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതിയത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയില്ല. ഇനി ഈ പുസ്തകത്തിന്റെ ഇതിന്റെ ഘടനയും ഉള്ളടക്കവും എന്താണെന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എസെക്കിയേലിന്റെ പുസ്തകത്തെ പ്രധാനമായിട്ടും നമുക്ക് 3ആയിട്ട് തിരിക്കാം. 1 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ, 25, 32, 33, 48. ഇവിടെ ഈ 1 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത യൂദായ്ക്കും ജെറുസലേമിനും എതിരെയുള്ള ഭീഷണിയാണ്. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? ഇനി മുഴുവനും ആദ്യത്തെ ആ മാപ്പിന്റെ ബേസിലാണ് നമ്മൾ പോകുന്നത്. ആ മാപ്പിന്റെ അത്യാവശ്യം ഒരു ഐഡിയ മനസ്സിൽ കയറിയവർക്ക് ഇനി വളരെ ക്ലിയർ ആയിരിക്കും. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ കിങ്ഡം ഇസ്രായേല് അസീറിയെ കീഴടക്കി നിലംപരിശായി, പിന്നെ ഒന്നും അവശേഷിക്കുന്നില്ല. വീണ്ടും അവശേഷിക്കുന്നത് സദേൺ കിങ്ഡം യൂദായാണ്. യൂദായെ ബാബിലോണിയക്കാര് അടിമകളാക്കുന്നു. ഈ ഒരു പശ്ചാത്തലമാണ് മെയിൻ ആയിട്ടും ഈ എസെക്കിയേലിന്റെ പുസ്തകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 24 അധ്യായങ്ങള് യൂദായ്ക്കും ജെറുസലേമിനും എതിരെയുള്ള ഭീഷണികളാണ്. കാരണം എന്നതാ, സമൃദ്ധിയുടെ സമയത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇനിയും നോർത്തേൺ കിങ്ഡത്തിന് സംഭവിച്ചത് എന്നതാണെന്നറിയാം. ഇനിയും ഇങ്ങനെയൊക്കെ പോയാൽ പറ്റുകയിൽ അനുദപിക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ് അവിടെ കൊടുക്കുന്നത്. കാരണം എന്നതാ, ദൈവവിരുദ്ധതയ്ക്കും അവിശ്വസ്തതയ്ക്കും എതിരെയുള്ള പ്രവാചകന്റെ ദൈവം നൽകിയ കൽപ്പനകള്, നിയമങ്ങള് അതിൽ നിന്നും എന്ന് വ്യതിചലിച്ചുവോ അതിനെതിരെയുള്ള ശക്തമായ താക്കീതുമായിട്ടാണ് കാലാകാലങ്ങളിൽ പ്രവാചകന്മാര് വന്നിരിക്കുന്നത്. ഇവിടെ എസെക്കിയേൽ യൂദായ്ക്കെതിരെ പ്രവചിക്കുകയാണ്. ഇനി ഇപ്പോൾ നമ്മൾ കണ്ടത് ഇസ്രായേൽ, അതായത് യൂദ, തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളോടുള്ള പ്രവാചകന്റെ പ്രവചനമാണ്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 25 മുതൽ 32 വരെയുള്ള അധ്യായങ്ങള് സമീപദേശങ്ങള്, വിജാതീയരോടുള്ള അവരെയും ദൈവം ശിക്ഷിക്കുമെന്നുള്ള അവരുടെ ശിക്ഷാവിധിയെ പറ്റിയുള്ള പ്രതിപാദനങ്ങളാണ്. ആദ്യ ഭാഗം യൂദ, രണ്ടാമത്തെ ഭാഗം വിജാതീയ രാജ്യങ്ങള്, അതായത് അമ്മോൻ, മൊവാബ്, ഏദോം, ഫിലിസ്ത്യ, ടൈർ, സീദോൻ, ഈജിപ്ത്, ഈ രാജ്യങ്ങൾക്കെല്ലാം എതിരെയുള്ള പ്രവചനങ്ങളാണ് രണ്ടാമത്തെ സെക്ഷനിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിലും മൂന്നാമത്തേത് ഒരു വലിയൊരു പ്രത്യാശ നൽകുന്ന പ്രവചനങ്ങളാണ്. കർത്താവ് പ്രദാനം ചെയ്യുന്ന രക്ഷയുടെ വാഗ്ദാനങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഭാഗത്തെ നമുക്ക് വീണ്ടും
രണ്ടായിട്ട് തിരിക്കാം. അതിലെ ആദ്യ ഭാഗം 33 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ പറയുന്നത് പുതിയ പുറപ്പാടും ഭൂമി കൈവശപ്പെടുത്തലും, അതായത് ഒരു പുതിയ വാഗ്ദത്ത ഭൂമി. ബാബിലോണിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ജനങ്ങളാണെന്ന് ഓർക്കണം. അപ്പോൾ പറയുകയാണ്, ഇനിയും ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു മോചനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യാശ നൽകുന്നത് നമുക്ക് അവിടെ കാണാം. വീണ്ടും രണ്ടാമത്തെ ഭാഗത്തില് പുതിയ ജെറുസലേമും പുതിയ ദേവാലയവും കുറിച്ചിട്ടുള്ള പ്രവചനങ്ങളാണ്. ഇനി ഇങ്ങനെ നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒന്ന് ചിത്രീകരിച്ചു കഴിഞ്ഞാല് ഇതിന്റെ അകത്ത് അധ്യായങ്ങള്, പ്രധാന വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടു. ഇതിന്റെ മുഴുവനും ലക്ഷ്യം എന്താണ്? ആദ്യ ഭാഗം ശിക്ഷയും മുന്നറിയിപ്പും, രണ്ടാമത്തേത് ദൈവത്തിന്റെ സാർവത്രിക പരമാധികാരം, അടുത്ത നാലാമത്തേത്, മൂന്നാമത്തെ സെക്ഷനെ AB എന്ന് തിരിച്ചിട്ടുണ്ട്. അതിൽ ജനത്തിന്റെ പുനരുദ്ധാരണം, അനുഗ്രഹത്തിന്റെ ഉറവിടം, ഇങ്ങനെയുള്ള ഇതിനെ വീണ്ടും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിലെ പ്രധാനമായിട്ടുള്ളത് തിയോളജി, ഇതിന്റെ അകത്ത് ദൈവശാസ്ത്ര പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സാർവത്രിക ദൈവം. നമുക്കറിയാം, യൂദയായെ മാത്രം അല്ലെങ്കിൽ ഇസ്രായേൽക്കാരെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, സകല ജനതകളെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സാർവത്രിക മാനമാണ്, ദൈവത്തിന്റെ സാർവത്രികതയാണ് ഇവിടെ ഊന്നൽ കൊടുക്കുന്നത്. അടുത്തത് സർവശക്തനായ ദൈവം, അതായത് ചരിത്രത്തിന്റെ പരമാധികാരി, വീണ്ടും പരിശുദ്ധനായ ദൈവം. അടുത്തത് മനുഷ്യന്റെ ധാർമ്മികവും മതപരവുമായ കടമകളെ കുറിച്ചിട്ടുള്ള എന്താണ്, പിന്നെ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വം, കരുണാമയനായ ദൈവം, പുനഃസ്ഥാപിക്കുന്ന ദൈവം. വീണ്ടും ഈ പ്രവാചകന്റെ ഒരു പ്രത്യേകത, പാരമ്പര്യങ്ങളെ, അന്ന് വരെ നിലനിന്നിരുന്ന ചില പാരമ്പര്യങ്ങളെ ഈ പ്രവാചകൻ അവിടെ ചോദ്യം ചെയ്യുകയാണ്. അത് പ്രധാനമായിട്ടും ഇവർക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു, ഞങ്ങള് തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്, ഞങ്ങളെ ദൈവം എന്നും അനുഗ്രഹിക്കും, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല, ദേവാലയം ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഈ കഴിഞ്ഞാൽ ഇവിടെ ദേവാലയമുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്, ദാവീദുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു, ഇതൊരിക്കലും അന്യാധീനപ്പെട്ടു പോവുകയില്ല. നോർത്തേൺ കിങ്ഡം പോയപ്പോഴും ഇവരുടെ വിചാരം എന്താണ്? ഒരിക്കലും സദേൺ കിങ്ഡം അന്യാധീനപ്പെട്ടു പോവുകയില്ല എന്നുള്ള ഒരു ശക്തമായ ബോധ്യം ഇവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതുപോലെ ജെറുസലേം ദേവാലയം, അതിന്റെ ആ പാവനത, അതാരും ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുകയില്ല, നശിച്ചു പോവുകയില്ല. ഇങ്ങനെയുള്ള കുറെ മിഥ്യാ ചിന്തകള് അല്ലെങ്കിൽ വിശ്വാസങ്ങള്, ധാരണകൾ ഉണ്ടായിരുന്നു. ഇതിനെ മുഴുവനും പ്രവാചകൻ ഇവിടെ ചോദ്യം ചെയ്യുകയാണ്. ഇനി രണ്ടാമത്തെ ജെറുസലേമിനെതിരെയുള്ള പ്രവചനങ്ങളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവിടെ എസെക്കിയേലിന് ലഭിക്കുന്ന ദൈവമഹത്വത്തെ കുറിച്ചിട്ടുള്ള ദർശനം ആദ്യ ഭാഗത്ത്, പിന്നെ ദർശനങ്ങളുടെ വിവരണം, സ്ഥലം, സമയം, വിഷയം എന്നീ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ കരം. ഇനി ഇവിടെ പ്രധാനമായിട്ടും 5 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വടക്കു നിന്നുള്ള കൊടുങ്കാറ്റും മേഘവും, 4 ജീവികള്, ചക്രങ്ങളുടെ വിവരണം, സിംഹാസനാരൂഢന്റെ വിവരണം, ദൈവസ്വരം. വടക്കു നിന്നുള്ള ഈ കൊടുങ്കാറ്റും മേഘവും, ഇത് സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ മലയായ സിയോനിൽ നിന്നുള്ള ഒരു ദർശനമായിട്ട് അതിനെ പറയുന്നു. ഇനി 4 ജീവികളുടെ വിവരണം ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാനൊരു ഇതൊക്കെ എടുത്തിട്ടിരിക്കുന്ന കുറെ ഇമേജസ് കേട്ടോ. ഇവിടെ നടുക്ക് മനുഷ്യനെ കാണാം, പിന്നെ എന്നതാണ് കാള, കഴുകൻ, അതുപോലെ തന്നെ സിംഹം. ഇങ്ങനെ 4 വിധത്തിലുള്ള രൂപങ്ങൾ ഒരു മനുഷ്യന്റെ ഇങ്ങനെ 4 രീതിയിലുള്ള വിവരണം കാണാനായിട്ട് പറ്റും. ഇതിന്റെ മുഴുവനും ഏറ്റവും സാരസംഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ, സിംഹം വന്യമൃഗങ്ങളിലെ ശക്തനാണ്, കാള വളർത്തു മൃഗങ്ങളിലെ ശക്തന്, കഴുകന് പക്ഷികളിൽ ഏറ്റവും അധികം ശക്തിയുള്ളത്. ഇങ്ങനെ ഇത് പ്രപഞ്ച സൃഷ്ടികളെ മുഴുവനും ഇവിടെ ഒരുമിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ചക്രങ്ങളുടെ പ്രത്യേകതയും നമുക്കറിയാം. 4 ചക്രങ്ങളായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് അതിന്റെ ചലനാത്മകതയാണ് സൂചിപ്പിക്കുന്നത്, പെട്ടെന്ന് പോകാനായിട്ടുള്ളത്. ഇനി ഇവിടെ സിംഹാസനാരൂഢന്റെ വിവരണത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ജീവികളുടെ ചിറകടി ഒച്ചയെ 3 ഉപമകളിലൂടെ ഗ്രന്ഥകാരൻ വിശദീകരിക്കുന്നു. 1 മലവെള്ളത്തിന്റെ ഇരമ്പൽ, 2 സർവശക്തന്റെ ഗംഭീരനാദം, സൈന്യത്തിന്റെ ആരവം പോലെ എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇവിടെ
ഈ എസെക്കിയേലിന്റെ പുസ്തകത്തിന്റെ അകത്ത് 93 തവണ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഹീബ്രു ടേം ആണ് ബെൻ ആദം, അതായത് മനുഷ്യപുത്രൻ എന്നുള്ളത്. അതിന് 3 തലങ്ങളുണ്ട്. ഒന്ന്, എസെക്കിയേൽ എന്ന വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ ദൈവനിയുക്തമായ വ്യക്തി എന്നതിലുപരി ഇതൊരു പ്രവാചക ദൗത്യത്തെ സൂചിപ്പിക്കുന്നു. ഇനി മനുഷ്യനാണ്. ഏൽ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ചും ബാബിലോണിയൻ കോണ്ടെക്സ്റ്റ് ആണ്. ഏലുണ്ട്, അദണായി ഉണ്ട്. ഇപ്പൊ കൂടുതൽ ഇവിടെ ഏൽ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം ദൈവം എന്ന് പറയുന്നത് ബാബിലോണിയൻ കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് അവിടെ ദൈവം സുപ്രീം പവർ ആണ്. ഇവിടെ മനുഷ്യന്റെ നിസാരതയാണത് സൂചിപ്പിക്കുന്നത്. ദെൻ അടുത്തത് നമ്മൾ കാണുന്നത് 2:8 മുതൽ 3:15 വീണ്ടും 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. എസെക്കിയേലിന്റെ അഭിഷേകം, ഇവിടെ ഭയപ്പെടേണ്ട എന്ന ഉപദേശം, ദൈവകരം നീട്ടിയുള്ള സ്പർശനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും 3 കൽപ്പനകളാണ് ദൈവം പ്രവാചകന് നൽകുക. വാങ്ങി ഭക്ഷിക്കുക, പോകുക, പ്രഘോഷിക്കുക. ഇത് നമുക്ക് ഇന്നത്തെ നമ്മുടെ പരിശുദ്ധ കുർബാനയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഇവിടെ എസെക്കിയേലിന്റെ അഭിഷേകം ഭയപ്പെടേണ്ട ഇങ്ങനെ ആ ഒരു ആശ്വാസവചനം കൊടുക്കുന്നുണ്ട്. പിന്നെ ദൈവകരം നീട്ടിയുള്ള സ്പർശനം, വീണ്ടും ഈ 3 കൽപ്പനകള്, ഭക്ഷിക്കുക, പോകുക, പ്രഘോഷിക്കുക. ഇനി ദൗത്യത്തിന്റെ ബുദ്ധിമുട്ട് വിശദമാക്കുന്നുണ്ട്. അതായത് ഇത്രയേറെ ധാർഷ്ട്യം നിറഞ്ഞ ഒരു ജനങ്ങളുടെ മധ്യത്തിലേക്കാണ് പ്രവാചകനെ വിടുന്നത്. അതുകൊണ്ട് വജ്രം പോലെ ദൈവം പ്രവാചകനെ ശക്തിയുള്ളതാക്കി മാറ്റുന്നുണ്ട്. ദെൻ ഇവിടെ ഭരമേൽപ്പിക്കുന്നു. ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയത്തിൽ സംശീകരിക്കുകയും ചെയ്ത വചനങ്ങൾ പ്രവാസികളോട് പ്രഘോഷിക്കാനായിട്ടാണ് ഇവിടെ പറയുന്നത്. ദെൻ അടുത്തത് നമ്മൾ കാണുന്നത് എസെക്കിയേലിനെ ഒരു കാവൽക്കാരനായിട്ട് 4 തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. പ്രവാചകൻ തിരുത്തിയില്ലെങ്കിൽ തിന്മ പ്രവർത്തിച്ചവനും പ്രവാചകനും ശിക്ഷിക്കപ്പെടും. പ്രവാചക ദൗത്യം തിരുത്തപ്പെടുക. 2, ദുഷ്ടനെ പ്രവാചകൻ തിരുത്താൻ ശ്രമിച്ചിട്ട് അവൻ അധർമ്മം ഉപേക്ഷിച്ചില്ലെങ്കിൽ അവിടെ പിന്നെ പ്രവാചകന് പ്രശ്നമൊന്നും ഇല്ല. 3, നീതിമാൻ വഴിതെറ്റിയാൽ പ്രവാചകൻ തിരുത്തണം, അല്ലെങ്കിൽ വഴിതെറ്റിയ നീതിമാനും പ്രവാചകനും ഒരുപോലെ ശിക്ഷിക്കപ്പെടും. അടുത്തത് 4, വഴിതെറ്റിയ നീതിമാൻ പ്രവാചകന്റെ വാക്ക് കേട്ട് തിരുത്തിയാൽ നീതിമാനും പ്രവാചകനും ഒരുപോലെ രക്ഷിക്കപ്പെടും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് വിടുവാണ്. വീണ്ടും നമുക്ക് പ്രവാചകനോട് പ്രതീകാത്മക പ്രവൃത്തികളിലൂടെ ഇസ്രായേലിന് സന്ദേശം നൽകാനായിട്ടുള്ള കൽപ്പന 4:1-3. ജെറുസലേം പട്ടണത്തിന്റെ പടം വരച്ചിട്ട് കട്ടയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുക. അത് ബാബിലോണിയന്റെ പ്രവാസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇടതുവശം ചെരിഞ്ഞു കിടക്കുക. അതും ഇസ്രായേലിന്റെ പ്രവാസ കാലത്തെ ശാശ്വതമല്ല എന്നുള്ളത് പ്രവാസത്തെ അനുസ്മരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഇപ്പോഴത്തെ ഈ പ്രവാസം ഇത് ശാശ്വതമല്ല എന്നുള്ളത് പറയുന്നു. വീണ്ടും ഇവിടെ മിക്സഡ് ആയിട്ടുള്ള ഗോതമ്പ്, ബാർലി, തീന, ചോളം, തുവര, ഇങ്ങനെ ഇതൊക്കെ കൂടെ കൂട്ടി ഒരുമിച്ച് പൊടിച്ച് അപ്പം ഉണ്ടാക്കാനായിട്ടാണ് പറയുന്നത്. ഇത് നമ്മൾ ഇനിയിപ്പോ അവിയലൊക്കെ കറി വെക്കുന്നത് സമൃദ്ധിയുടെ പ്രതീകമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള മിക്സഡ് ആയിട്ട് ചെയ്യുന്ന ദാരിദ്ര്യത്തെയാണ്. കാരണം എല്ലാം കുറേശ്ശേ ഉള്ളൂ, എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഉണ്ടാക്കുന്നത് ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. പക്ഷെ ഇവർക്ക് അത് ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. വീണ്ടും 4ാമത്തെ പ്രവാചകന്റെ ക്ഷൗരമാണ്. നമുക്കറിയാം, തലമുണ്ടനം ചെയ്യുന്നതും ചാക്കൊടുക്കുന്നതും ചാരം പൂശുന്നതും എല്ലാം വിലാപത്തിന്റെ അടയാളമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യന്തം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇത് വിലാപത്തിന്റെ അടയാളമായിട്ടാണ് കാണിക്കുന്നത്. വീണ്ടും 6:1 മുതൽ 7:27 വരെയുള്ള വചനങ്ങള് ഇസ്രായേലിലെ വിഗ്രഹാരാധനകൾക്കും പൂജാഗിരിക്കുമെതിരെയുള്ള പ്രവചനമാണ്. നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും പർവ്വതങ്ങൾക്കെതിരായ, അതുപോലെ ഇസ്രായേലിന്റെ മ്ലേച്ഛതകൾക്കെതിരായിട്ടുള്ളത്. പിന്നെ ആസന്നമായി ശിക്ഷാവിധിയെ സൂചിപ്പിക്കുന്നു. കർത്താവിന്റെ ക്രോധമാസന്നമായി ശിക്ഷാദിനം എത്തിക്കഴിഞ്ഞു. ഇവിടെ എല്ലാ പ്രവചന ഗ്രന്ഥങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ യേശയ്യയുടേതാണെങ്കിലും 3 കാലഘട്ടമുണ്ട്. പ്രവാസ കാലഘട്ടത്തിന് മുൻപ് സമൃദ്ധിയുടേതാണ് പ്രവാസകാലം, പ്രവാസത്തിന് ശേഷം. അപ്പോൾ ഇവിടെ ആ പ്രവാസത്തിന് മുൻപുള്ള കാലഘട്ടത്തിലെ ഇനി മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ ഇതാ വലിയ ശിക്ഷ വരാൻ പോകുന്നുവെന്നുള്ള ആ ഒരു സൂചന കൊടുക്കുന്നു. അനുസരിക്കുന്നില്ല, ശിക്ഷ എത്തിക്കഴിയുന്നു. വീണ്ടും കർത്താവിന്റെ ദിനം ആസന്നം. ഇനി ഇവിടെ 8-10 അധ്യായങ്ങളില്
ഇവിടെ രണ്ടാമത്തെ ദർശനമാണ്. ദൈവം ജെറുസലേം വിട്ടു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഉള്ളത്. ജെറുസലേമിലെ മ്ലേച്ഛതകളെ കുറിച്ചിട്ടുള്ള ദർശനം, അതായത് ജെറുസലേമിലെ സത്യവിശ്വാസത്തിന് വിരുദ്ധമായി സംഭവിക്കുന്ന വിഗ്രഹാരാധനകളെ കുറിച്ചാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും നിശ്ചിതമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കുന്ന, വിമർശിക്കുന്ന ഒന്നാണ് വിഗ്രഹാരാധന. ഇവിടെ നമുക്കത് അതിനെ കുറിച്ചിട്ടുള്ളതാക്കിയതാണ് കാണുന്നത്. വീണ്ടും ജെറുസലേമിനുള്ള ശിക്ഷാവിധിയുടെ ദർശനം. ജെറുസലേമിൽ നടമാടിയ മ്ലേച്ഛതകൾക്ക് തക്ക ശിക്ഷ നൽകാൻ ദൈവ സംഹാര ദൂതരെ വിളിക്കുന്ന ദർശനം. അടുത്തത് ദൈവമഹത്വം ജെറുസലേം വിട്ടു പോകുന്ന ദർശനം, ദേവാലയം വിട്ടു പോകുന്നത്. 592 നഗരത്തിന് ഏർപ്പെടുത്തപ്പെട്ട ഉപരോധവും നഗരത്തിൽ സംഭവിക്കുന്ന നാശവുമാണ് ഇതിന്റെ കേന്ദ്രമായിട്ട് നിലകൊള്ളുന്നത്. ഇനി 11 പറയുന്നതാണ്. ഇവിടെ പ്രധാനമായിട്ടും ജനനേതാക്കൾക്ക് ശിക്ഷാവിധി. ഇവിടെ സ്ഥലം, ദർശന രീതി, തെറ്റായ ഉപദേശം, ശിക്ഷാവിധി നേതാക്കന്മാർക്കുള്ളതാണേ. അടുത്ത പ്രവാസികൾക്ക് നൽകുന്ന പ്രത്യാശ, പ്രവാചകന്റെ ആമുഖവചനം, ദൈവത്തിന്റെ വാഗ്ദാനം, തിരിച്ചു വരും. ഇവിടെ പ്രവാസികളോട് എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ തിരിച്ചു വരും എന്നുള്ള ഒരു ഊന്നല് കൊടുക്കുന്നുണ്ട്. ഈ അടുത്തത് ദൈവമഹത്വം അവിടെ നിന്നും വിടവാങ്ങുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. വീണ്ടും 12:1-28 വരെയുള്ള വചനങ്ങളിന്റെ അകത്ത് ഇസ്രായേലിന്റെ വിമോചനത്തെ കുറിച്ച് വ്യാജ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത് നിരർത്ഥകമാണ് എന്ന സത്യം പ്രതീകാത്മക പ്രവർത്തികളിലൂടെയും പ്രവചനങ്ങളിലൂടെയും അവതരിപ്പിക്കാനാണ് പ്രവാചകൻ ശ്രമിക്കുന്നത്. 2 പ്രതീകാത്മക പ്രവൃത്തികൾ അവിടെ നമുക്ക് പ്രവാസത്തിനുള്ള ഭാണ്ഡം എടുത്തുകൊണ്ടുള്ള യാത്ര, വിറച്ചുകൊണ്ടുള്ള ഭോജനം, ഇങ്ങനെയുള്ള 2 പ്രവൃത്തികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി പ്രവചനങ്ങൾ നിറവേറ്റാനായിട്ട് കാലദൈർഘ്യമില്ല, നാശം ഉടനില്ല എന്ന വ്യാജ പ്രതീക്ഷ വെടിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കാണാൻ പറ്റുന്നത്. 13 അകത്തോട്ട് വരുമ്പോഴേക്കും വീണ്ടും വ്യാജ പ്രവാചകന്മാർക്കെതിരെ, മുൻപ് നമ്മൾ കണ്ട് അധികാരികൾക്കെതിരെയായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് വളരെ രസം പിടിച്ചൊരു തുടക്കമാണ്. ഹോയ് എന്ന് പറയുന്ന ഈ ഒരു ഹീബ്രു പദത്തോടെയാണ് ഇത് തുടങ്ങുന്നത്. അതായത് വലിയ നാശം വരുന്നു എന്നുള്ള ഒരു സൂചനയാണ്. അപ്പോൾ ഈ വചനം തുടങ്ങുന്നത് തന്നെ ഹോയ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ എന്താണ്, ഒരു വലിയൊരു നാശത്തെ കുറിച്ചിട്ടുള്ളതാണ്. ആദ്യം തന്നെ ഇത് ഫോക്കസ് ചെയ്യുന്ന വ്യാജ പ്രവാചകന്മാരെ ആണ്. രണ്ടാമത്തേത് വ്യാജ പ്രവാചികമാർക്കെതിരെ വരുന്നു. പിന്നെ വീണ്ടും വിഗ്രഹാരാധനയിൽ നിന്ന് അകലുക. പാപങ്ങളുടെ പാപം ആയി പരിഗണിക്കപ്പെടുന്നത് വിഗ്രഹാരാധനയാണ്. ജെറുസലേമിനുള്ള ശിക്ഷ ന്യായമാണ് എന്നുള്ളതും ഇവിടെ സൂചന നൽകുന്നു. ഇവിടെ ജെറുസലേമിന്റെ അവിശ്വസ്തയായ ഭാര്യയാണ് 16-ാമത്തെ അധ്യായത്തില് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അവിശ്വസ്തതയും ദൈവത്തിന്റെ കാരുണ്യവും ഒരുപോലെ വെളിപ്പെടുത്തുന്ന പ്രതീകമാണ് ദാമ്പത്യ അവിശ്വസ്തതയുടെ പ്രതീകം. ജെറുസലേം നഗരത്തെ ഇവിടെ സ്ത്രീയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും അഭിസംബോധന, പശ്ചാത്തലം, ശിക്ഷാവിധിയെ കുറിച്ചിട്ടുള്ള പ്രതീകാത്മക പ്രവചനം. ഇവിടെ വീണ്ടും ശിക്ഷയ്ക്കുള്ള കാരണം, ശിക്ഷാവിധിയുടെ പ്രഖ്യാപനം കാണുന്നുണ്ട്. ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജാതീയ രാജ്യങ്ങളുമായിട്ടുള്ള താരതമ്യം, വീണ്ടും പാപാവസ്ഥ, ഇപ്പോഴത്തെ പാപാവസ്ഥ, ശിക്ഷ എന്തിനാണ്? ഉടമ്പടിയുടെ ലംഘനത്തിന്, ഉടമ്പടിയുടെ നവീകരണത്തിന്. ഇനി 18-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് ദുഷ്ടന്റെ നാശം ആഗ്രഹിക്കാത്ത ദൈവത്തിന്റെ കരുണയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും ഇവിടെ പ്രവാചകന്മാർ രാജാക്കന്മാരോടും വ്യക്തികളോടും സാമൂഹിക വ്യവസ്ഥിതികളോടും നേരിട്ട് പൊരുതിക്കൊണ്ടാണ് തങ്ങളുടെ ദൗത്യം നിറവേറ്റി. എന്നാൽ എസെക്കിയേലിന്റെ ഒരു പ്രത്യേകത, വിശ്വാസം, നമ്മൾ ആദ്യം കണ്ടു, വിശ്വാസ പാരമ്പര്യങ്ങളോടാണ് ഇവിടെ പ്രവാചകൻ പോരാടുന്നത്. തെറ്റായ ചില ചിന്താഗതികളെ പ്രവാചകൻ തിരുത്താനായിട്ടാണ് പരിശ്രമിക്കുന്നത്. സ്വന്തം തെറ്റുകളുടെ തിരിച്ചടികൾക്കും പാപഭാരത്തിനും മുൻ തലമുറകളെ പഴി പറഞ്ഞു സ്വയം നീതിമൽക്കരിക്കുന്ന പ്രവണതയാണ് പ്രവാചകൻ ഇവിടെ തിരുത്തുന്നത്. അതായത് പൂർവികരുടെ, പുതിയ നിയമത്തിലും ഈശോ അതിനെ വളരെ ക്ലിയർ ആയിട്ട് തിരുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പൂർവികരുടെ പാപത്തിന് ഫലമായിട്ടാണ് ഇതിന്നിങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എന്റെ കാര്യമെല്ലാം ഓക്കെയാണ്, ഞാൻ ചെയ്തതല്ല ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിന്താഗതികളെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പ്രവാചകൻ തിരുത്തുകയാണ്. അത് മാത്രമല്ല, സ്വന്തം തെറ്റുകളുടെ പരിണിത ഫലമാണ് ഈ വരാൻ പോകുന്നത് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. വീണ്ടും
പിതൃപുരുഷന്മാരോടുള്ള യഹോവയുടെ വിവാദം, ഇസ്രായേലിന്റെ കലാപവും ശിക്ഷ 20:1 മുതൽ 20-ാം അധ്യായത്തില്, അതായത് ഇസ്രായേലിന്റെ അതുല്യമായ രക്ഷാചരിത്രം അതിനെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ഈ വചനഭാഗത്തെ 7ആയി തിരിക്കാം. ഇവിടെ കാണിക്കുന്നത്, ഈ പിക്ചർ കാണിക്കുന്നത് ഇവരുടെ അടിമത്തത്തെ സൂചിപ്പിക്കാനായിട്ടുള്ളതാണ്. കൂടാരങ്ങളും ഒക്കെ കൂടെയാണ് കാണിക്കുന്നത്. അവിടെ ഈ 7 തലങ്ങളിലായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ വചനങ്ങളില് ദൈവഹിതം ആരായലായിട്ടാണ് 1-4 വചനങ്ങൾ കാണിക്കുന്നത്. വീണ്ടും ഈജിപ്തിലെ ഇസ്രായേല്, മരുഭൂമിയിലെ തലമുറ, 2ാം തലമുറയുടെ അവിശ്വസ്തത, കാനാൻ ദേശത്തെ വിഗ്രഹാരാധന, പുറപ്പാട്, വീണ്ടും വിശുദ്ധമലയിലെ ആരാധന. ഇങ്ങനെയാണ് അധ്യായം പോകുന്നത്. ഇവിടെ വീണ്ടും 2 സഹോദരിമാരുടെ കഥയോടുകൂടിയാണ് 23-ാമത്തെ അധ്യായം 1:49 വരെയുള്ള വചനങ്ങൾ പോകുന്നത്. എനിക്കറിയാം സ്പീഡ് കൂടുതലാണ് എന്നുള്ളത്, എങ്കിൽ അവസാന സമയത്ത് നിങ്ങൾക്ക് സംശയങ്ങളുണ്ട്, ചോദിക്കാം. ഇത് നമ്മൾ കണ്ടു, 2 സഹോദരിമാര്, 2 സ്ത്രീകളെ ചിത്രീകരിച്ചുകൊണ്ടുള്ളതാണ്. ഇവിടെ ഇത് കണ്ടോ, ഇത് സമരിയായെ സൂചിപ്പിക്കുന്നു. ഇവിടെ ജെറുസലേം പ്രതാപത്തിൻ്റെതാണ്. എങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ടു തിന്മയ്ക്കെതിരെ പോകുന്നതാണ്. ഇവരുടെ ഈ 2 പ്രതീകങ്ങളെ കൊണ്ടുവന്നുകൊണ്ടാണ്. ഇത് സമരിയായുടെ, ഇത് ജെറുസലേമിന്റെയും. ഒഹോല ആൻഡ് ഒഹോലിബ എന്ന് പറയുന്ന 2 സഹോദരിമാരെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇവിടെ 16-ാം അധ്യായത്തിലെ 16-ാം അധ്യായത്തിലെ സ്ത്രീകള് സൂചിപ്പിക്കുന്നത് നമ്മള് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വിവാഹ ബന്ധമായി ചിത്രീകരിക്കുന്നതിനാൽ ഇവിടെ വിഗ്രഹാരാധന ദാമ്പത്യ വ്യഭിചാരമായി അവതരിപ്പിക്കുന്നു. നമുക്കറിയാം, ഈ ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ എപ്പോഴും നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. അനേകം തവണ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം പോലെ ഇസ്രായേലിനെ ഒരു സ്ത്രീയായിട്ടും ദൈവത്തെ ഒരു ഭർത്താവായിട്ടും ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒഹോലായും ഒഹോലിബായും 1-4 വാക്യങ്ങളില് ഒഹോല എന്നതിന് അവളുടെ സ്വന്തം കൂടാരം എന്നും ഒഹോലിബ എന്നതിന് എന്റെ കൂടാരം അവളിലാണ് എന്നുമാണ് അർത്ഥം. ഇവിടെ കൂടാരം, ഇത് വളരെ സിംബോളിക്കാണ്. കൂടാരം ആരാധനാ സ്ഥലത്തെ സൂചിപ്പിക്കുന്നതിനാൽ ഈ പേരുകൾ അവരുടെ ആരാധനയുടെ സ്വഭാവത്തെയും സൂചിപ്പിക്കുന്നു. ഒഹോല സമരിയായെയും വടക്കൻ രാജ്യമായ ഇസ്രായേലിനെയും, ഒഹോലിബ ജെറുസലേമിനെയും യൂദയെയും പ്രതിനിധീകരിക്കുന്നു. ദൈവം അവരെ വിവാഹം ചെയ്തതായി പറയുന്നത് അവരുടെ ഉടമ്പടി ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ഇവരുടെ 2 പേരുടെയും പാപങ്ങൾ. ഒഹോലായുടെ പാപം, അതായത് സമരിയായുടെ പാപം എന്തായിരുന്നു? അസീറിയൻ ശക്തികളിലുള്ള രാഷ്ട്രീയ ആശ്രയത്വത്തെ, അസീറിയൻ വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നു. ആദ്യം നമ്മൾ കണ്ടു നോർത്തേൺ കിങ്ഡം, സദേൺ കിങ്ഡം എന്ന് തിരിയുന്നു. നോർത്തേൺ കിങ്ഡം ഇസ്രായേല്. ഇവരെന്ത് ചെയ്തു? ഇവര് സമീപ പ്രദേശങ്ങളിലേക്കുള്ള വിഗ്രഹാരാധനകൾ കൊണ്ടുവരികയും അസീറിയ വൻശക്തിയെ അസീറിയയിൽ ആശ്രയിക്കുകയും ചെയ്തു. അതുകൊണ്ട് അതാണ് ഈ ഒഹോലായുടെ പാപമായിട്ട് കണ്ടത്. അവളുടെ അവിശ്വസ്തതയ്ക്ക് ഫലമായി അവളിൽ നിന്നും വാളിരയായി അസീറിയൻ ആധിപത്യം വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യം. ഇനി ഒഹോലിബായുടെ പാപം എന്നതാണ്? ഇവിടെ അസീറിയക്കാരോടും ബാബിലോണിയരോടും കൽദായരോടും രാഷ്ട്രീയ മതപരവുമായ ബന്ധങ്ങൾ സ്ഥാപിച്ചു. ഇവർക്ക് വേണ്ടി ആക്രമം വന്നു കഴിഞ്ഞ സമയത്ത് മുഴുവനും എന്നാ ചെയ്തു? നമ്മൾ കണ്ടു, ഇവർ ഈജിപ്തിനെ ആശ്രയിക്കാൻ പോകുന്നു, സമീപ രാജ്യങ്ങളിലെ മുഴുവനും ആശ്രയിക്കാനായിട്ട് പോകുന്നു. ദൈവത്തിൽ ആശ്രയിച്ചില്ല. അതിന്റെ പരിണിത ഫലമായിട്ട് എന്ത് ചെയ്തു? ബാബിലോണിയൻ അടിമത്തത്തിലേക്ക് ഒഹോലിബ മാറുകയും ചെയ്യുന്നു. ഇനി ഇവള് ബാബിലോണിയക്കാരുടെ അടിമത്തത്തിന്റെ. ഇനി ഇവിടെ നമുക്ക് ക്രോധത്തിന്റെ പാനപാത്രം എന്ന പ്രത്യേകം ദൈവത്തിന്റെ വിധിയെ സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തില് ഈ കോസ് എന്ന് പറയുന്ന ഹീബ്രു പദമാണ് പാനപാത്രത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അനേകം തവണ ഈ കോസ് എന്ന് പറയുന്ന ഈ നൗണ് ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ ക്രോധത്തിനാണ്. ഇവിടെ ക്രോധത്തിന്റെ പാനപാത്രം എന്നുള്ള
ഒരു പ്രതീക. ദൈവത്തിന്റെ വിധിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അന്തിമ ശിക്ഷാവിധിയെ കുറിച്ചിട്ടാണ്. ഇവരുടെ പാപങ്ങൾ, വിഗ്രഹാരാധന, ദൈവമക്കളുടെ രക്തം ചൊരിയല്, ശിശുബലി, ദേവാലയം അശുദ്ധമാക്കല്, സാപത്ത് ലംഘിക്കല്, വിദേശ ശക്തികളിലുള്ള തെറ്റായ ആശ്രയം എന്നിവയാണ് ഇവരുടെ പാപങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി 23-1 അധ്യായത്തില് വീണ്ടും ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇസ്രായേലിന്റെ യൂദയുടെയും വിഗ്രഹാരാധനയും വിദേശ ശക്തികളിലുള്ള തെറ്റായ ആശ്രയവും ദൈവത്തോടുള്ള വ്യഭിചാരമായി ചിത്രീകരിക്കുകയും ഈ അവിശ്വസ്തതയ്ക്ക് സമരയും ജെറുസലേമിൽ ശിക്ഷിക്കപ്പെടേണ്ടി വരും. അതായത് ഇവരുടെ വിദേശ ശക്തികളിലുള്ള ആശ്രയത്വം വ്യഭിചാരമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന് അവര് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ കാണുന്നത് എസെക്കിയേല് 24 അധ്യായമാണ്. അവിടെ ഒരു ഓട്ടുപാത്രം എടുത്ത് ഇത് എന്താണ് ഇപ്പൊ പിക്ചറെടുത്ത് വെച്ചിരിക്കുന്നതാണ്. 2 കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഭാര്യയുടെ മരണം, ഒരു ഓട്ടുപാത്രത്തിൻ്റെത്, എന്താണ് ക്ലാവ് പിടിച്ച കലത്തിൻ്റെതും. ഇവിടെ പ്രവാചകന്റെ പ്രിയതമയുടെ മരണം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഈ ഓട്ടുപാത്രത്തിന്റെ അകത്ത് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് BC 5 കൃത്യ അതിന്റെ സമയവും ഡേറ്റ് കൃത്യമായിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കലത്തിൽ എന്നാ ചെയ്യുന്നത്, ഇറച്ചി കഷ്ണങ്ങളും, നല്ല ഇറച്ചി കഷ്ണങ്ങളും എല്ലുമിട്ട് തിളപ്പിക്കാനായിട്ട് പറയുകയാണ്. വീണ്ടും ഇത് സൂചിപ്പിക്കുന്നത് എന്നതാണ്, കലമെന്ന് പറയുന്നത് ജെറുസലേം, മാംസം ജെറുസലേമിലെ മതപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നേതൃത്വങ്ങള്. അത് ക്ലാവ് പിടിച്ച കലം എന്ന് പറയുന്നത് നഗരത്തെ സൂചിപ്പിക്കുന്നു. നേതൃത്വത്തെയും മലിനമാക്കിയ ഇവിടെ ക്ലാവ് പിടിച്ച കലം എന്നാ ചെയ്തത്, നഗരത്തെയും നേതൃത്വത്തെയും മലിനമാക്കിയ പാപങ്ങള്. ഇനി ഇതിന്റെ ശുദ്ധി എന്നതാണ്, അഗ്നിശുദ്ധി വരുത്തണം. അതായത് ദൈവത്തിന്റെ ശിക്ഷാവിധിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ജെറുസലേം എന്ന് പറയുന്നത് ജെറുസലേം എന്ന് പറയുന്നത് രക്തപങ്കിലമായിട്ടുള്ള ഒരു നഗരം. ഇവിടെ അനീതി, വിഗ്രഹാരാധന, അക്രമം, ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള മ്ലേച്ഛതകൾക്കും ഈ നഗരം പാത്രീഭൂതയായി. ഇനി ഇവിടെ ഈ നഗരത്തിലെ ക്ലാവ്, ഈ പടം നല്ല രസമല്ല, ഇങ്ങനെ ആളി കത്തുന്ന തീയുണ്ട്. ഈ ക്ലാവ് പോകണമെന്ന് എന്നാ ചെയ്യണം, ഇതുപോലെ ആളിക്കത്തുന്ന തീക്കകത്ത് വെച്ച് ഈ പാത്രം ചൂടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ക്ലാവ് പോകത്തുള്ളൂ. അതെന്നതാണ്, ഇസ്രായേൽക്കാർക്ക് വരാനിരിക്കുന്ന വലിയ സഹനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അഗ്നിശുദ്ധിയില് അവര് ഓരോരുത്തരും ശോധന ചെയ്യപ്പെടേണ്ട വരും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജെറുസലേമിന്റെ പാപവും ദൈവത്തിന്റെ കഠിനമായ ശിക്ഷയും. വീണ്ടും ഇവിടെ പ്രിയതമയുടെ മരണമാണ്. അത് നമുക്ക് വചനം പെട്ടെന്നുള്ള മരണത്തെ സൂചിപ്പിക്കുന്നു. പറയുകയാണ്, പ്രവാചകനോട് ദൈവം പറയുകയാണ്, നിന്റെ ഭാര്യ മരിക്കും എന്ന് പറയുന്നു. പക്ഷേ നീ എന്നാ ചെയ്യണം, ഒരു കാരണവശാലും നിന്റെ ഭാര്യയുടെ മരണത്തില് നീ കരയരുത് എന്ന് പറയുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന പ്രവാചകൻ എസെക്കിയേല് അനുസരിക്കുന്നു. ഇതിന്റെ ഘടന വിവരിച്ചിട്ടുണ്ട്. അത് എന്താണ്, ഈ ഭാര്യ അവന്റെ ആനന്ദമായിരുന്ന, അവന്റെ കണ്ണുകളുടെ ആനന്ദമായിരുന്ന ഭാര്യ പ്രിയതമയെ പെട്ടെന്നെടുത്തതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു എന്ത്, അല്ലെങ്കിൽ ഈ അവരേറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരുന്നതായിരുന്നു ജെറുസലേം ദേവാലയം. ഈ ജെറുസലേം ദേവാലയം ഇതുപോലെ നഷ്ടമാകുമെന്നുള്ളതാണ് ഈ ഭാര്യയുടെ മരണത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി എന്താ സംഭവിക്കുന്നത്, ജെറുസലേം നശിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും വാളിനിരയാക്കപ്പെടും. അപ്പോൾ ഇവർക്ക് വിലപിക്കാനായിട്ടുള്ള സമയമൊന്നും കിട്ടുകയില്ല എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നീട് പ്രവാചകന്റെ നിശബ്ദത അവിടെ പോകുന്നു. വീണ്ടും പ്രവാചകന് വളരെ ഊർജ്ജസ്വലതയോടെ പ്രവചിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വീണ്ടും നമ്മൾ ഇസ്രായേലിന്റെയും യൂദായുടെയും പാപങ്ങള്, വിജാതീയ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള, ഇപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടത് യൂദായ്ക്കും ഇസ്രായേലിനും എതിരായിട്ടുള്ള പ്രവചനങ്ങളായിരുന്നു. ഇനി നമ്മൾ കാണുന്നത് വിജാതീയ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ദൈവത്തിന്റെ ശിക്ഷാവിധിയെ കുറിച്ചിട്ടാണ്. അതായത് ഇവിടെ നമ്മൾ കാണുന്നത് സമീപ രാജ്യങ്ങള്, 7 രാജ്യങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യം
അമ്മോന്യര്, മൊവാബ്, ഏദോം, ഫിലിസ്തി എന്നിവർക്കെതിരായിട്ടുള്ള കുറ്റാരോപണ ശിക്ഷാവിധി. ദൈവമാണ് കർത്താവ്, യഹോവയാണ് ദൈവം എന്നുള്ള തിരിച്ചറിയല്. ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം, തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെത് കഴിഞ്ഞു, വീണ്ടും വിജാതീയരിലേക്ക് തിരിയുന്നു. ഇവിടെ എന്നതാണ്? ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ആദ്യം അമ്മോന്യര്, ഓരോരുത്തരുടെയും പാപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അമ്മോന്യര് എന്നാ ചെയ്തത്? ആഹ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ജെറുസലേം ദേവാലയത്തിന്റെ പതനത്തില് ഇവര് സന്തോഷിച്ചു. നമുക്കറിയാം, ആഹ എന്നൊക്കെ പറയുന്നത് വലിയൊരു പരിഹാസത്തിന്റെയും അട്ടഹാസത്തിന്റെയും പ്രതീകമാണ്. അടുത്ത് നമ്മൾ കാണുന്നത് മൊവാബിന് എതിരായിട്ടുള്ളതാണ്. അവിടെ എന്നതാണ്? മൊവാബിന്റെ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽക്കാർക്ക് ഒരു പ്രത്യേകതയൊന്നുമില്ല, ഇവര് മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ തുല്യരാണെന്നുള്ളതാണ്. ഏദോംകാർ എന്നതാ ചെയ്തത്? ഏദോംകാർ ആരാണെന്ന് അറിയാലോ അല്ലെ? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ മൊവാബ്യരും അമ്മോന്യരും ഒക്കെ ആരാ? ലോത്തിന്റെ രണ്ട് ഭാര്യ ഉപ്പുതൂണാകുന്നു, രണ്ട് പെൺമക്കളുണ്ടായിരുന്നു, അവരിലുണ്ടായ മക്കളാണ് മൊവാബ്യരും അമ്മോന്യരും ഒക്കെ. ഇനി നമുക്കറിയാം, അബ്രാഹത്തിന്റെ സഹോദരപുത്രനാണ് ലോത്ത്. ഇനി ഏദോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഈ ഇസ്രായേൽക്കാരുടെ സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ്, ഏസാവും യാക്കോബും. യാക്കോബിന്റെ തലമുറക്കാരാണ് ഇസ്രായേല്യര്, ഏസാവിന്റെ പിൻതലമുറക്കാരാണ് ഏദോമ്യര്. 137 സങ്കീർത്തനത്തിന്റെ അകത്ത് നമ്മൾ മുൻപേ പറഞ്ഞു, ബാബിലോണിന്റെ ദിനത്തെക്കുറിച്ച് പറഞ്ഞത്, ബാബിലോണിയൻ പ്രവാസത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 137. അതിന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജെറൂസലേമിന്റെ ദിവസത്തിൽ ഏദോമ്യർ ചെയ്തത് എന്തെന്ന്? ഇടിച്ചു നിരത്തുവിൻ, അടിത്തറ വരെ ഇടിച്ചു നിരത്തുവിനെന്ന് ഇവര് പറയുന്നുണ്ട്. ഇതാണ് ഏദോമ്യരുടെ പാപം. ഇനി നമുക്ക് കാണുന്നത് ഫിലിസ്തീയർക്കെതിരെയാണ്, ഇസ്രായേലിനോടുള്ള പ്രതികാരവും ശത്രുതയുമാണ് അവരുടെ പാപം. ഇനി 26, 28 അകത്ത് നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും ടൈറിനെതിരെയുള്ള പ്രവചനങ്ങളാണ്. വീണ്ടും ടൈർ, ഇവിടെ ഒരു ഞാൻ പടങ്ങളൊക്കെ കുറെ മുഴുവനും നെറ്റിന്റെ അകത്ത് എടുത്താ കേട്ടോ, അപ്പം ഇതിന്റെ വെറുതെ പ്രതീകാത്മകമായിട്ടിട്ടാ. നിങ്ങൾ 100% ഇങ്ങോട്ട് ഈ പിക്ചറിലോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കാണത്തില്ല. എങ്കിൽ തന്നെ ഒരു ആഡംബര കപ്പലിന്റെ പ്രതീകമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് സമൃദ്ധിയാണ്, വളരെ പ്രതാപം നിറഞ്ഞ ഒരു രാജ്യമാണ്. അതിനെതിരെയുള്ള പ്രവചനം. ഇനി അടുത്തത് സീദോനെതിരെ ഉള്ളതാണ്. ദൈവം തന്റെ മഹത്വം പ്രകടമാക്കുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. വീണ്ടും ഇസ്രായേലിന്റെ പുനരുദ്ധാരണത്തെ കുറിച്ചിട്ടുള്ളതാണ്. എസെക്കിയേല് 26, 28 അധ്യായങ്ങൾ ടൈറിന്റെയും സീദോന്റെയും അഹങ്കാരം, സമ്പത്തും നശിച്ചു പോകുമ്പോൾ, കാരണം ഈ ഇത് മുഴുവനും പ്രതാപത്തിന്റെ ഉത്തുംഗത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇത് മുഴുവനും നശിച്ചു പോകുമെന്നും അവസാനം ഇത് മുഴുവനും ദൈവം വീണ്ടെടുക്കുക, തന്റെ മഹത്വം ഇവിടെയെല്ലാമാണ് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുകയെന്ന് ആണ് ഇതിന്റെയൊക്കെ വ്യാഖ്യാനങ്ങള്. ഇനി 29, 32 അധ്യായങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ വരുന്നതാർക്ക്? ഇത്രയും മറ്റു രാജ്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇങ്ങനെ സൈഡിലുണ്ടത്. ഇനി ഇപ്പൊ കാണുന്ന എന്നതാ? ഈജിപ്തിലോട്ടുള്ള പ്രവചനങ്ങളാണ്. ഈജിപ്തിനെതിരെയുള്ളതാണ് 29, 32 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. ഈജിപ്തിനെ ഒരു വലിയൊരു വ്യാളിയായിട്ട്, വെള്ളത്തിൽ കിടക്കുന്ന ഒരു വലിയൊരു വ്യാളിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി ഈ യൂദയ ബാബിലോൺ രാജാവ് നെബൂഖദ്നേസറിന്റെ സമയത്താണ് പ്രവാസത്തിലേക്ക് പോകുന്നത്. അപ്പോൾ വളരെയേറെ പ്രതാപത്തിന്റെ ഒരു പ്രതീകമായിട്ടും ഇതിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ കാണുന്നത് 30-ാമത്തെ അധ്യായമാണ്. ഈജിപ്തിന്റെ വിധി ദിവസം. അവിടെ യഹോവയുടെ ദിവസം വരുന്നുവെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഫറവോയുടെ തകർന്ന കരങ്ങളെ സൂചിപ്പിക്കുകയാണ്. 2 കരങ്ങളും തകർന്നതായിട്ട് കാണുന്നു. അതായത് ഈജിപ്തിന്റെ സൈനിക ശക്തി പൂർണ്ണമായും ദുർബലമാകുമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വീണ്ടും 31-ാമത്തെ അധ്യായത്തില് ഈജിപ്തും അസീറിയയ്ക്കും എതിരെയുള്ള പ്രവചനങ്ങളാണ് നമ്മൾ കണ്ടതാണ്. ഈജിപ്ത് പാതാളത്തിലേക്ക് 32-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്, അതായത് പാതാളത്തിലേക്ക് വീണു പോകുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി ഇതിലെ കേന്ദ്ര സന്ദേശം ഇവരുടെ പ്രതാപങ്ങളും എല്ലാം ഇല്ലാതെയാകുമെന്നുള്ളത്. ഇനി 33 മുതൽ 48 വരെയുള്ള അധ്യായങ്ങള് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്, അതായത് ജെറുസലേമിന്റെ പതനത്തിന് ശേഷം വരുന്നതിന് ഒരു അനുതാപം,
എവിടെ വിശുദ്ധ ഗ്രന്ഥത്തില് പ്രത്യേകിച്ചും പഴയ നിയമത്തിലോട്ട് മുഴുവനും നോക്കിക്കഴിഞ്ഞാല് ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് നൽകുന്ന നിയമങ്ങളും കൽപ്പനകളും ഉണ്ട്. അതിനുശേഷം ഇതനുസരിക്കുന്ന ഒരു ജനത അങ്ങനെ അനുസരിച്ച് വന്നു കഴിയുമ്പോൾ വളരെയേറെ സമൃദ്ധിയിലേക്ക് നീങ്ങുന്നു. സമൃദ്ധിയിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ്? വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീഴുന്നു, നിയമങ്ങൾ അനുസരിക്കാതെ പോകുന്നു, വീണ്ടും അവിടെ പ്രവാസത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കനത്ത ശിക്ഷ കിട്ടുന്നു. ഈ ശിക്ഷയില് ദൈവത്തെ ഉറക്കെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ജനതതി, അങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ജനതയ്ക്ക് മേല് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെയും ഇത് തന്നെയാണ് കാണുന്നത്, ജെറുസലേമിന്റെ വചനം. ഓക്കെ, ഇനി 33, 34 അധ്യായങ്ങളിലേക്കുള്ളത് അനുതാപത്തിനുള്ള ഒരു ആഹ്വാനവുമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു കാവൽക്കാരനായിട്ടാണ് എസെക്കിയേലിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് 3 തലങ്ങളുണ്ട് കാവൽക്കാരന്. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, അതായത് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, എന്നിട്ടും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അങ്ങനെ മാനസാന്തരപ്പെടാതെ മരിക്കുന്നവന്റെ മരണത്തിന് അവൻ തന്നെയാണ് ഉത്തരവാദി. ഇവിടെ അതുപോലെ തന്നെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകാതിരുന്നാൽ ജനത്തിന്റെ നാശത്തിന് പ്രവാചകൻ ഉത്തരവാദിയാകും. ഒന്ന്, ഉപദേശം നന്നാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവന് പ്രവാചകന് യാതൊരു ഉത്തരവാദിത്വമില്ല. ഇനി പ്രവാചകൻ ഉപദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി പ്രവാചകനായിരിക്കും. ഇനി പ്രവാചകന്റെ ദൗത്യം ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയുകയല്ല, ദൈവഹിതവും ദൈവത്തിന്റെ മുന്നറിയിപ്പും ധൈര്യത്തോടെ അറിയിക്കുകയാണ്. ഇനി അനുതാപത്തിലൂടെ ഒരു ജീവിതം നയിക്കുന്നതിനായിട്ട് ആണ് 33-ാമത്തെ അധ്യായത്തിലേക്ക് പറയുന്നത്, എങ്ങനെ ജീവിക്കും. വീണ്ടും ഭൂതകാല യഥാർത്ഥ അനുതാപത്തിലൂടെ ഉപേക്ഷിക്കാം. അതായത് യഥാർത്ഥ അനുതാപം ഉണ്ടെങ്കിൽ ഇന്ന് വരെ വന്നത് മുഴുവനും അവിടെ തീർന്നു പോകും, ദൈവം കരുണ കാണിക്കുമെന്നുള്ള പ്രബോധനം നൽകുന്നു. വീണ്ടും ദുഷ്ടന്റെ മരണത്തിൽ ദൈവം സന്തോഷിക്കുന്നില്ല. അതായത് ഒരു പാപിയെ, അല്ലെങ്കിൽ അനുദപിക്കുന്ന ഒരു പാപിയെ ഓർത്ത് സന്തോഷിക്കുന്ന ദൈവത്തെയാണ് പ്രവാചകൻ ഇവിടെ വരച്ചു കാട്ടുക. ഇനി സമൃദ്ധിയുടെ ഒരു കാലഘട്ടം 34-ാമത്തെ അധ്യായത്തിലേക്ക്, അതായത് ഒരു ഇടയനായിട്ട് ദൈവത്തെ ഇവിടെ പ്രവാചകന് അവതരിപ്പിച്ച് കാണിക്കുകയാണ്. ഇനി പരാജയപ്പെട്ട ഇടയന്മാരെ കുറിച്ച് കാണുന്നു. ഇസ്രായേലിലെ രാജാക്കന്മാരെയും നേതാക്കളെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി അവരെന്ത് ചെയ്തത്? അവർ ജനങ്ങളെ ചൂഷണം ചെയ്തു. ഇടയൻ എന്താ ചെയ്തത്? ഈ ഇടയൻ സംരക്ഷകനാകേണ്ട, തന്റെ അജഗണങ്ങളുടെ സംരക്ഷകനാകേണ്ട, കാവൽക്കാരനാകേണ്ട ഇടയന്മാരെന്ത് ചെയ്തു? ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. അവരെന്താ? ആടുകളുടെ മേധസ്സും പാലും ഉപയോഗിച്ച് കൊഴുത്ത ആടുകളെ കൊന്നു തിന്നു, ക്രൂരമായി അധികാരം പ്രയോഗിച്ചു. ഇതാണ് അവിടെ. അതുപോലെ തന്നെ അവരുടെ ദുർബലരെ ശക്തിപ്പെടുത്തിയില്ല, രോഗികളെ സുഖപ്പെടുത്തിയില്ല, മുറിവേറ്റവരെ പരിചരിച്ചില്ല, വഴിതെറ്റിയവരെ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി 34-ാമത്തെ അധ്യായത്തിലേക്ക്, കർത്താവ് ഒരു നല്ല ഇടയനാകുന്നു. ഈ നല്ല ഇടയൻ എന്നാ ചെയ്യുന്നത്? നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കുന്നു, ചിതറിപ്പോയവരെ കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെ നല്ല ഇടയന് തലങ്ങൾ മുഴുവനും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇപ്പോൾ ദുഷിച്ച ഇടയനെ കണ്ടു, നല്ല ഇടയനെ കണ്ടു, ഇനി അജഗണങ്ങളെ കാണുകയാണ്. ആടുകളുടെ ഇടയിലും പ്രശ്നങ്ങളാണ്. ഇത് മുഴുവനും ഇസ്രായേൽക്കാരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാണ്. അതായത് ശക്തിയുള്ള ആടുകൾ എന്നാ ചെയ്യുന്നത്? ദുർബലരായിട്ടുള്ള ആടുകളെ ചൂഷണം ചെയ്യുകയും അവർക്ക് നല്ല മേച്ചിൽപ്പുറങ്ങൾ മുഴുവനും അവര് കൈയടക്കുന്നു. ബലഹീനരെ അവര് പരിഗണിക്കുന്നില്ല. അവര് വെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്നാ ചെയ്ത് ബാക്കിയുള്ളത് മുഴുവനും കലക്കി മറിച്ചിടുന്നു. അതുപോലെ തന്നെ ദുർബലരെ തള്ളുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവരുടെ അനീതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഏകയിടയനായ ദാവീദിനെ കുറിച്ചിട്ടുള്ള സൂചനയും അത് പുതിയ നിയമത്തിലെ മിശിഹായിൽ എത്തി നിൽക്കുന്നതുമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ സമാധാനത്തിന്റെ ഉടമ്പടിയാണ് 34-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അതിന്റെ ഫലമായിട്ട് എന്താണ്? അപകടകാരികളായ ശത്രുക്കൾ നീക്കം ചെയ്യപ്പെടും, ദേശത്ത് സുരക്ഷയും സമാധാനം ഉണ്ടാകും, മരുഭൂമിയും വനപ്രദേശങ്ങളും സുരക്ഷിതമാകും. ഇങ്ങനെ ഇതിലെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത്, മനുഷ്യ ഇടയന്മാരുടെ സ്ഥാനത്ത് കർത്താവ് ഇസ്രായേലിന്റെ നല്ല ഇടയനായി മാറുന്നു. അവൻ ചിതറിപ്പോയ ജനത്തെ കൂട്ടിച്ചേർത്ത് മുറിവുകൾ സുഖപ്പെടുത്തി നീതിയും സമാധാനവും സമൃദ്ധിയും നൽകുന്നു. രാജാവായിട്ടും അതുപോലെ തന്നെ നല്ല ഇടയനായിട്ടും ഇവിടെ സന്ദേശം നൽകുകയാണ്. ഇനി നിങ്ങളെ രക്ഷിക്കുവാനായിട്ട്, നിങ്ങളെ നയിക്കുവാനായിട്ട് ഒരു നല്ല ഇടയൻ വരും എന്നുള്ള ഒരു വാഗ്ദാനം നൽകുകയാണ്. ഇനി 36-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കാണുകയാണ്. ഇവിടെ
ഇസ്രായേൽ മലകൾക്ക് നവജീവനം നൽകുന്നു. മലകളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രത്യാശയുടെ പ്രവചനമാണ് ഇവിടെ. മുഴുവനും മലകളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് 36ന്റെ അകത്ത് അവർക്കുള്ള പ്രവചനങ്ങളാണ്. ഇനി ഇവിടെ ശത്രുക്കളുടെ അഹങ്കാരത്തിന് ശിക്ഷ ആദ്യത്തെ 7 വചനങ്ങളില് ഇസ്രായേലിനെ നിന്ദിച്ചവർ തന്നെ നിന്ദിക്കപ്പെടും, ദേശത്തെ കൊള്ളയടിച്ചവർക്ക് ശിക്ഷ, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ നാശത്തിൽ ആനന്ദിച്ച ശത്രുക്കളുടെ അഹങ്കാരം. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനത്തെ അപമാനിക്കുന്നവരെ ദൈവം നീതിപൂർവം വിധിക്കുന്നു. ഇനി ഇസ്രായേലിന്റെ മലകൾക്ക് അനുഗ്രഹം നൽകുന്നതാണ്. അതായത് ശത്രുക്കൾക്കെതിരെ ആയ വിധിക്ക് ശേഷം ദേശത്തിന് പുനരുജ്ജീവനം നൽകുന്നു. ഞാൻ നിങ്ങളിലേക്ക് തിരിയും, അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ വരുമെന്ന വിധിഭാഷയ്ക്ക് വിപരീതമായി ഇവിടെ നിങ്ങളിലേക്ക് തിരിയും. അല്ലെങ്കിൽ എന്താണ് ഈ ഒരു തിരിച്ചിൽ എന്ന് പറയുന്നത്? പലപ്പോഴും ദൈവം തിരിയുന്നു, ജനങ്ങൾക്ക് നേരെ തിരിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിക്ഷയ്ക്കാണ്. ഇതും പ്രവാചക ഗ്രന്ഥങ്ങളില്, ഞാനത് ഇവിടെ എടുത്തിട്ടിട്ടില്ല, ഷൂവ് എന്ന് പറയുന്ന ഒരു ഹീബ്രു പദമുണ്ട്. ഷൂവ്. ഈ ഷൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്, നേരെ പുറകോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്നതാണ് കാഴ്ച മാറും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്. ഇവിടെ ഈ പ്രവാചക ദൗത്യം എന്താണ്? ജനങ്ങളോട് മുഴുവനും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പിന്നിലേക്ക്, അതായത് കർത്താവിങ്കിലേക്ക് തിരിയുക, ഒരു മാനസാന്തരത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ കർത്താവ് ഞാൻ നിങ്ങളിലേക്ക് തിരിയും. അത് 2 വിധത്തിലുണ്ട്, ഒന്ന് ശിക്ഷയായിട്ടും ഒന്ന് രക്ഷയായിട്ടും. ഇവിടെ പറയുന്നത് എന്താണ്? രക്ഷിക്കുന്നതിനായിട്ട് ഞാൻ നിങ്ങളിലേക്ക് തിരിയും എന്നുള്ളതാണ്. ദേശത്തെ ഫലപുഷ്ടമാക്കും. 3 പ്രധാന വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഇവരുടെ വിജാതീയരുടെ അപമാനത്തിന് ഇനിമേൽ ഇസ്രായേൽ അവര് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. ഇനി ഒരിക്കലും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇനി ഒരിക്കലും നിങ്ങൾ വിജാതീയരുടെ അപമാനത്തിന് നിങ്ങൾ പാത്രീഭൂതരാവുകയില്ല. ഇനി മറ്റ് ജനതകൾ നിങ്ങളെ നിന്ദിക്കുകയില്ല. ഇനി ഒരിക്കലും മക്കൾ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി 37ാമത്തെ അധ്യായത്തില് നമുക്ക് അസ്ഥികളുടെ താഴ്വര നമുക്കറിയാം. വരണ്ട അസ്ഥികൾ ജീവൻ പ്രാപിക്കുന്നു, വടികൾ ഒന്നാകുന്നു, വരണ്ട അസ്ഥികൾ ജീവിക്കുന്നു. ഈ 3 തലങ്ങളാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ അസ്ഥികൾ തമ്മിൽ ചേർന്ന് നാടികളും മാംസവും ത്വരയും രൂപപ്പെടുന്നു. അതിന്റെ പല ഘട്ടങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവർക്കൊരു വീണ്ടെടുപ്പിന്റെ സമയമാണ്. ഇനി 2 വടികൾ എടുത്ത് ഒന്നായി ചേർക്കുന്നു. ഈ 2 വടികൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ട്, ഇസ്രായേലും യൂദ എന്നും പറഞ്ഞ് 2ആയിട്ട് രാജ്യം ഡിവൈഡ് ചെയ്തിരുന്നു സോളമന്റെ കാലഘട്ടത്തിന് ശേഷം. ഇവിടെ ആദ്യത്തെ വടി എന്ന് പറയുന്നത് യൂദായാണ്, അതായത് സദേൺ കിങ്ഡം. 2ാമത്തെ വടി എന്ന് പറയുന്നത് മുകളിലത്തെ രാജ്യം, വടക്ക് ഇസ്രായേലാണ്. ഇനി ഇതൊരു വലിയൊരു പ്രത്യാശയാണ് കൊടുക്കുന്നത്. ഇവര് ഒന്നാകുമെന്നുള്ള ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. ഒറ്റ ജനതയാകും, ഒറ്റ രാജാവിനെ നൽകും. അങ്ങനെ ഒരു വലിയൊരു വാഗ്ദാനത്തിലേക്ക് നൽകുന്നു. 3 തലങ്ങളിലാണിത്: മരണം, ജീവൻ, വിഭജനം, ഏകീകരണം, പ്രവാസം, ദൈവസാന്നിധ്യം. അതായത് ഇപ്പോൾ ഈ പ്രവാസികളായി കഴിയുന്ന ഈ ജനങ്ങൾക്ക് അവരുടെ ഈ പ്രവാസം അത് ദൈവസാന്നിധ്യത്തിന്റെ ഒരു അടയാളമായിട്ടാണ് ഇവിടെ നൽകുന്നത്. ഇനി 38, 39 ഇതിന്റെ അകത്ത് വരുമ്പോൾ ഗോഗിനെതിരായിട്ടുള്ള അന്തിമ യുദ്ധമാണ്. ദൈവജനത്തിനെതിരെ ഉയരുന്ന വലിയ ശത്രുക്കളുടെ പ്രതീകമാണ് ഗോഗ്. വീണ്ടും ഭൂകമ്പം, മഹാമാരി. ഗോഗിന്റെ പരാജയവും ദൈവനാമത്തിന്റെ മഹത്വീകരണവുമാണ് 39ന്റെ അകത്ത് കാണുന്ന സമാന്തര വിവരണം. അതായത് 38 പോലെ തന്നെയാണ് 39ലെ വിവരണവും പോകുന്നത്. ഗോഗിന്റെ പരാജയത്തിന്റെ പ്രധാന ലക്ഷ്യം അപമാനിക്കപ്പെട്ട ദൈവനാമത്തിന്റെ മഹത്വം വീണ്ടെടുക്കാൻ വിജാതീയർ യാഹ്വയുടെ ശക്തി തിരിച്ചറിയുക. വീണ്ടും 40, 48 അധ്യായങ്ങളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. അതായത് അതിന്റെ സാരസംഗ്രഹമായിട്ട് പുതിയ ഇസ്രായേൽ, എസെക്കിയേലിന്റെയും 4ാമത്തെയും അവസാനത്തെ ദർശനമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് പുതിയ ദേവാലയം, ദൈവമഹത്വത്തിന്റെ മടങ്ങിവരവ്. ദേവാലയത്തിലേക്ക് ദൈവസാന്നിധ്യം ഉണ്ടാകുന്നു. പിന്നെ ദേവാലയത്തിന്റെ ഘടനയും ആരാധന ക്രമവും, അതുപോലെ തന്നെ ദേശത്തിന്റെ പുനർവിഭജനം. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് പോകുന്നത്. ഇതാ പുതിയ ദേവാലയം, ദൈവമഹത്വത്തിന്റെ മടങ്ങിവരവും സൂചിപ്പിക്കുന്നത്. വീണ്ടും ഘടന കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പുരോഹിതന്മാർ ആരാധന ബലികള്, വിശുദ്ധ അശുദ്ധ വ്യത്യാസങ്ങൾ എന്നിവ ക്രമീകരിക്കുന്നു. ദേവാലയ വിശുദ്ധി സംരക്ഷിക്കുന്നതിന് കർശനമായ നിയമങ്ങൾ നൽകുന്നു.
വീണ്ടും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാണാമല്ലോ അല്ലെ, ഈ കഴ്സർ പോകുന്ന കാണാമല്ലോ, അതായത് ഈ ഭാഗം അലോട്ട്മെന്റ് ഓഫ് ദ ലാൻഡ് ജോഷുവ 13:19 എന്ന് കാണുന്നുണ്ടല്ലോ. ഇതാണ് ഇസ്രായേൽക്കാര്, അതായത് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ അവസാനം ജോഷുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഈ 12 ഗോത്രങ്ങളും തിരിക്കുന്നത്. പക്ഷേ എസക്കിയേലിന്റെ പുസ്തകത്തില് തിരിവ് ഇവിടെ കണ്ടോ, ഇത് ജൂദയാണ്, പിന്നെ സൈമണ്, ബെഞ്ചമിന്, ദാന്, എഫ്രൈം, ഗാദ്, റൂബന്, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. പക്ഷെ ഇവിടെ വരുന്നത് ഗാദ്, സെബുലൂൺ, ഇസാക്കർ, സൈമൺ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു തിരിവാണ്. അതായത് എസക്കിയേലിന്റെ പ്രവചനത്തില് അത് ഇങ്ങനെ വീണ്ടും ഒന്നാക്കപ്പെടുന്ന ഈ 12 ഗോത്രങ്ങളെ ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഒറിജിനൽ ആയിട്ടുള്ളത് ഇതാണ്. ഇത് വെച്ച് ഇതേ ക്രമീകരണത്തിലല്ല ഇനി പുതിയൊരു, അതായത് വീണ്ടും വരാൻ പോകുന്നതിന്റെ ഒരു എന്താണ് ക്രമീകരണം വരുന്നത്. ഓക്കെ.